ഇന്നത്തെ ഈ മീറ്റിംഗ് വെബിനാർ ഭംഗിയായിട്ട് തീരാനും അത് ഈ പാർട്ടിസിപ്പൻസിനും അത് പിന്നീട് വ്യൂ ചെയ്യുന്നവർക്കെല്ലാം ഉപയോഗപ്രദമാകാൻ അങ്ങനെ ലോകം മുഴുവനും അതിൻ്റെ ഗുണം അനുഭവിക്കത്തക്ക രീതിയിൽ ഇത് ഉപകാരപ്രദമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാ മാന്യ അംഗങ്ങൾക്കും ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം പറയുകയാണ്. ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ഫോറത്തിൽ എന്താണ് പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്നൊക്കെ ചിന്തിക്കുന്നവരിൽ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയുവാണ്. നമ്മുടെ മനുഷ്യ ജീവനെ സംബന്ധിച്ച് നമുക്ക് വികലമായ അറിവുകളാണ് ശാസ്ത്ര ലോകം, മെറ്റീരിയലിസ്റ്റിക് സയൻസ് എന്ന് പറയും, നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ഈ കാണുന്ന ശരീരത്തിൻ്റെ അപ്പുറം തലച്ചോറ് വരെയൊക്കെ പോകും, പക്ഷേ മനസ്സും അതിനും മേലെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് എന്നും അജ്ഞാതമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ശാസ്ത്രം, പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രം അതിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഒരു സ്പിരിച്വാലിറ്റി അല്ലെ സ്പിരിറ്റ്, സോൾ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല. മാനസികമായ കാരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. അതിൻ്റെതായ വികലത അല്ലെങ്കിൽ വൈകല്യം നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യ ജീവനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിലുണ്ട്. അതൊക്കെ മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്ലാസ് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥന എന്ന് പറയുന്നത് ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് എടുക്കണ്ട. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാനിന്ന് എനിക്ക് ഇന്ന് നിങ്ങളൊക്കെ കണ്ട പോസ്റ്റർ ഡോക്ടർ അനിത പ്രിപ്പയർ ചെയ്ത് എനിക്ക് തരുമ്പോൾ അത് 2 ദിവസം മുമ്പ് എനിക്ക് കിട്ടി പ്രാവശ്യം എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും, മലയാളം അറിയുന്ന എല്ലാവർക്കും, കാരണം ഡോക്ടർ അനിത പറഞ്ഞിരുന്നു മലയാളത്തിൽ തന്നെ ഇത് തുടരട്ടെ, കാരണം അങ്ങനെ ഡോക്ടേഴ്സ് അല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് അല്ലാത്തവർക്കൊക്കെ മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരു ശാസ്ത്രമാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ആ രീതിയിലാവട്ടെ. അതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാവർക്കും ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എത്തിക്കാൻ പറ്റിയെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ഒത്തിരി പേർക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ളവർ എല്ലാവരും മലയാളത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുന്നവരാണെന്നുള്ളത് മാത്രമാണ് ഒരു ജനറൽ ക്രൈറ്റീരിയ. കാരണം ഇതിനകത്ത് ഡോക്ടേഴ്സ് അല്ലാത്തവരുണ്ട്, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, എനിക്കറിയുന്ന ധാരാളം പേരുണ്ട്, എൻ്റെ പേഷ്യൻസ് ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ പറയത്തില്ലേ, എൻ്റെ ആശയങ്ങളോട് എൻ്റെ ചിന്താഗതികളോട് വ്യത്യസ്തമായ അഭിപ്രായം പുലർത്തുന്നവരുണ്ട്, എന്താണ് ഇയാൾ പറയുന്നതെന്ന് അറിയാനായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം മനസ്സിലേക്ക് ഈ ഒരു പുതിയ ശാസ്ത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം. അതുകൊണ്ട് GNM എന്ന് അറിയപ്പെട്ടിരുന്ന ഞങ്ങളത് കേരളത്തിലെ GHK, അതിനകത്തൊരു M ഉള്ളത് മെഡിസിൻ എന്നുള്ളത് ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ അപകടങ്ങളൊന്നും വരാത്ത രീതിയിൽ ഞങ്ങളത് ജർമാനിക് ഹീലിംഗ് നോളജ്, അത് ഡോക്ടർ ഹാമർ തന്നെ ഉപയോഗിച്ചിരുന്ന വാക്കാണ്, ജർമാനിഷെ ഹൈൽകുണ്ടെ, GHK, അതാണ് ഞങ്ങൾ പ്രിഫർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴുള്ള എല്ലാ പോസ്റ്റേഴ്സിലും ക്യാമ്പയിനിങ്ങിലും സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസിലെല്ലാം ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് GHK എന്ന പേരിൽ തന്നെയായിരിക്കും. അത് GNM എന്ന് പറയുന്നത് തന്നെയാണ്, അതിൻ്റെ അകത്ത് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഈ പുതിയ അറിവ് ഡോക്ടർ ഹാമർ ഈ ലോകത്തിന് തന്നതാണ്. 2017 അദ്ദേഹം മരിച്ചുപോയി. 1978 അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന് 19 വയസ്സുള്ള മകൻ അദ്ദേഹം പിക്നിക്കിന് പോയതാണ്, വെടിയേറ്റ് 3 മാസം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കയ്യിലിരുന്ന് മരിക്കുകയും അതിന് 3 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് ടെസ്റ്റിക്കിൾസിൽ ക്യാൻസർ ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ അകത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ജർമ്മൻ ബ്രെയിൻ ഉപയോഗിച്ച് അദ്ദേഹം നടത്തിയ നിരീക്ഷണ പരീക്ഷണ ഗവേഷണങ്ങൾക്ക് ഫലമായിട്ടാണ് ഈ പുതിയ ശാസ്ത്രം ഈ ലോകത്തിന് നൽകിയത്. 2017 അദ്ദേഹം മരിക്കുമ്പോൾ തന്നെ, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് അറിയാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളൊക്കെ, അല്ലെങ്കിൽ ഞങ്ങളിൽ ഒത്തിരി പേര്. അതുകൊണ്ട് അദ്ദേഹത്തെ കാണണമെന്ന് പോലും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിലൊക്കെ പോയ സമയത്ത് അത്ര നല്ല അവസരമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പോയി കാണാതിരുന്നത്. അതുകൊണ്ട് ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ പല പ്രാവശ്യം പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം
ഈ രണ്ട് വ്യക്തികൾ, ഡോക്ടർ ഹാനിമാൻ എൻ്റെ ഫസ്റ്റ് പ്രൊഫറ്റ് who revealed it to the world the inner secrets, inner truths of healing, biological law of cure, similia similibus റിവീൽ ചെയ്ത ഡോക്ടർ ഹാനിമാൻ ആണ്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഡോക്ടർ ഹാമർ ഫ്രം ദി സെയിം കൺട്രി വന്നത്. അവർ രണ്ടുപേരും ഒരേ ഡേറ്റിൽ മരണപ്പെട്ടു. ഈ വ്യത്യസ്തമായ രണ്ടു പേരോടും എൻ്റെ അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അപ്പോ എന്നെ അറിയുന്നവർക്ക്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അറിയാം, എൻ്റെ ജീവിതത്തിൽ 51 വർഷമായി ഹോമിയോപ്പതിയുടെ മേലെ കൈവച്ചിട്ട്, അല്ലെങ്കിൽ ഹോമിയോപ്പതി കോളേജ് ചേർന്ന് 1974 ഒരു 47 വർഷമായിട്ട് ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. പക്ഷേ ഈ കഴിഞ്ഞ അവസാനത്തെ ഒരു 15 വർഷമായിട്ടാണ് ഞാൻ ജർമ്മൻ ന്യൂ മെഡിസിൻ എന്ന് പറയുന്ന പുതിയ ശാസ്ത്രം പരിചയപ്പെട്ടത്. അപ്പം അന്ന് മുതൽ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ബോധ്യമാണ്, ഇന്ന് ഹോമിയോപ്പതി കോളേജുകളിൽ പഠിപ്പിക്കുന്ന, അത് തന്നെയാണല്ലോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, അത് ഒരു 80% ഭൂരിപക്ഷവും അലോപ്പതി കൺസെപ്റ്റ്സ് ആണ്. അതിൻ്റെ മേലെയാണ് ഹോമിയോപ്പതി എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് ഒരാൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ജർമ്മൻ ന്യൂ മെഡിസിൻ എന്ന് പറയുന്ന പുതിയ ശാസ്ത്രമാണ് definitely give the details about the causation of diseases. ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമായി ലോകത്തിന് പറഞ്ഞു തന്നത് ഡോക്ടർ ഹാമറാണ്. അതുകൊണ്ട് ഈ പുതിയ അറിവ് ലോകത്തിലേക്ക് അതിൻ്റെതായ ഒത്തൻറ്റിക് വേയിൽ, കലർപ്പില്ലാത്ത രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പരിശ്രമം ഇന്ന്. അതുകൊണ്ട് ഈ ഒരു പരിശ്രമത്തിന് എൻ്റെ കൂടെ ചേർന്ന ഡോക്ടർ അനിതയെ ഞാൻ വളരെ ആത്മാർത്ഥമായി, ഹാർദവമായി ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. കാരണം കേരളത്തിൽ ആണ് ഞാനുള്ളത്, മലയാളിയാണ് എങ്കിൽ പോലും എൻ്റെ ഈ നടപടിയോട് എതിർപ്പുള്ള ധാരാളം പേര് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് തന്നെ ഉണ്ടായിരുന്നു. എന്നാലും അതിൽ വളരെ ധൈര്യപൂർവ്വം അതിനൊരു മുൻകൈ എടുത്ത് ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിക്കാനായിട്ട് മുൻകൈ എടുത്തുകൊണ്ടിരിക്കുന്ന, കാരണം ഇന്നത്തെ 6ാമത്തെ സെഷനാണ്. തുടർച്ചയായിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ ധാരാളം പേര് വന്ന് ക്ലാസ് കൂടുന്നുണ്ട്. 6ാമത്തെ ആഴ്ചയാണ്. ഇതിന് ഒരു സാഹചര്യം ഒരുക്കി തന്ന ഡോക്ടർ അനിതയാണ്. അനിതയോട് വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഇന്ന് വന്നിരിക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനെയും ഞാൻ വ്യക്തിപരമായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ആണ് ഞാൻ അയച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു കാറ്റഗറിയിൽ മാത്രമുള്ളവരല്ല, ഡോക്ടേഴ്സ് മാത്രമല്ല. അതിന് ഞാൻ അനുവാദം മേടിച്ചിട്ടാണ് ഡോക്ടർ അനിതയോട് ചോദിച്ചു, ഇത് ക്യാൻ ഗോ ടു അത് മെഡിക്കോസ് അല്ലാത്തവരിൽ, ഡോക്ടേഴ്സ് അല്ലാത്തവരിലും പോകാം. തീർച്ചയായിട്ടും സാധിക്കുമെന്ന് പറയുന്നു. കാരണം GHK ഒരിക്കലും ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവല്ല, ഈ ലോകത്തിലുള്ള അറിവാണ്. അത് ഞാൻ ഒരു 18 വയസ്സുള്ള ആൾക്ക് അറിയാൻ പറ്റും, അതായത് അഡൾട്ട് ആയിട്ടുള്ള ഒരാൾക്ക് എത്തിക്കാനായിട്ടാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ മലയാളികളിലും ഈ വേദിയിലുണ്ട് എന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അത് ഡോക്ടേഴ്സ് മാത്രമല്ല. ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും 2008 ഞാൻ ഈ ശാസ്ത്രത്തെക്കുറിച്ച് ആദ്യമായിട്ട് അറിവ് കിട്ടുന്നത്. പക്ഷേ 2013 വരെ ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ഞാൻ പഠിക്കാൻ താല്പര്യം എടുത്തില്ല. 2013 ഞാനിത് പഠിച്ചു തുടങ്ങിയത്. ഞാൻ പഠിക്കുന്ന ഒപ്പം തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ 2013 മുതൽ തന്നെ ഞാൻ ക്ലാസ്സുകൾ എടുത്തിരുന്നു. GNM-നെ കുറിച്ച് ധാരാളം പേരോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പലരും അത് സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയാണല്ലോ, നമ്മൾ പറയുന്ന എല്ലാ സമയത്തും എല്ലായ്പ്പോഴും സ്വീകരിക്കണമെന്നില്ല. അതിൻ്റെതായ സമയം വരുമ്പോൾ അതൊക്കെ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ സമയം എന്ന് പറയുന്നത് ഒത്തിരി ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടെന്നും ഇങ്ങനെയുള്ള ഒരു ശാസ്ത്രം ഒരു വ്യക്തിക്ക് സ്വയമേവ ലോകം മുഴുവൻ എത്തിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷെ പലരും കൂടുമ്പോൾ പലരിലൂടെ ഞാൻ ഇന്ന് ജസ്റ്റ് ഇൻട്രസ്റ്റിന് ഞാനിന്ന് ChatGPT-യിൽ ഒന്ന് സെർച്ച് ചെയ്തു, ലോകത്തിൽ എത്ര രാജ്യങ്ങളിൽ GHK അല്ലെങ്കിൽ GNM എത്തി എന്ന് ഞാൻ സെർച്ച് ചെയ്തു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ChatGPT പറയുന്ന 65 രാജ്യങ്ങളിലുള്ളവർക്ക് GNM-നെ കുറിച്ച് അറിയാം, GHK അറിയാമെന്ന്. അപ്പോൾ അതൊരു വലിയൊരു അറിവായിരുന്നു. 65 രാജ്യങ്ങളിലുള്ളവരിൽ കുറച്ചു പേര്, എല്ലാവരും ഉണ്ടാകത്തില്ലല്ലോ, അറിയാം GHK എന്നുള്ളത് വലിയൊരു അറിവാണ്. അതുകൊണ്ട് ഇതൊരു വലിയ അറിവിൻ്റെ മേലെയാണ്. നിങ്ങൾക്ക് ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഈ വേദിയിൽ തന്നെ, നിങ്ങൾക്ക് ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എന്താണ് ഈ ശാസ്ത്രം എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട വെബ്സൈറ്റ് learninggnm.com ആണ്. അത് കാരോളിൻ മക്കലിൻ്റെയാണ്, എൻ്റെ ഗുരുനാഥയുടെയാണ്. GNM എൻ്റെ ടീച്ചറാണ്. ഡോക്ടർ ഹാമറിൻ്റെ ഡയറക്റ്റ് ഡിസൈപ്പിളാണ്. അവരുടെ വെബ്സൈറ്റാണ്.
learninggmm.com. ഞങ്ങളുടെ വെബ്സൈറ്റ്, ഞങ്ങളുടെ മീൻസ് ഗ്ലോബൽ GHK ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഉള്ളത്. അതിൻ്റെ വെബ്സൈറ്റാണ് globalgnm.com. അത് ഞങ്ങൾ റെനോവേഷൻ സ്റ്റേജിലാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ആക്ടിവിറ്റീസിലേക്ക് പോകുമ്പോൾ, ആക്ടിവിറ്റീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്, ഇപ്പോൾ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ പെയ്ഡ് വെബിനാർസ് നടക്കുന്നുണ്ട് ഓൺ ഡിഫറെൻറ്റ് ടോപ്പിക്സ് ബൈ ഡിഫറെൻറ്റ് ഫാക്കൽറ്റീസ് ഫ്രം ഓൾ ഓവർ ദി വേൾഡ്. ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് ഞങ്ങൾ 11 പേരാണ്. 11. അതിനകത്ത് UK-യിലുള്ള ഡാനി കാരോളുണ്ട്, അമേരിക്കയിൽ മയാമി എന്നുള്ള ആൻറ്റി ലോക്കിമിയേഴ്സ് ഉണ്ട്. അങ്ങനെ 11 പേരുടെ ടീമാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിലൂടെ ഇത് എത്താൻ സാധിക്കും എന്നുള്ള വിശ്വാസം ഉള്ള ഒരാളാണ്. ഞങ്ങളുടെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അനൗൺസ് ചെയ്തതാണ്, ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് മാത്രം ആയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് വെബിനാർ എവറി വെനസ്ഡേ ഞങ്ങൾ നടത്തുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറായിട്ട് 26 ഫാക്കൽറ്റി മെമ്പേഴ്സിനെ ഓൾറെഡി എനിക്ക് കിട്ടി എന്നുള്ളത് ദൈവത്തിൻ്റെ വേറൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഈ 26 പേരിലൂടെയാണ് ഹോമിയോപ്പതി ഡോക്ടേഴ്സിനെ ഓൾ ഓവർ ദി വേൾഡ് ആയിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് GNM അല്ലെങ്കിൽ GHK ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോമിയോപ്പതി പ്രാക്ടീസ് എങ്ങനെ മെച്ചപ്പെടും എന്നുള്ളത് അവരുടെ അനുഭവത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഹോമിയോപ്പതി ഡോക്ടേഴ്സായിട്ട് എന്നെ ശ്രമിക്കുന്നവർ തീർച്ചയായിട്ടും ഈ പറയുന്ന കോഴ്സിൽ നിങ്ങൾ ചേരണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അത് വളരെയധികം ബെനിഫിറ്റഡ് ആകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിന്നെ ഞങ്ങളുടെ പ്ലാനിലുള്ളതാണ് ഒരു 440 ഓഡിയോ റെക്കോർഡിങ്സ് ഓൾറെഡി ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഫ്രീലി അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് ഇൻ ഇംഗ്ലീഷ്, മലയാളത്തിലുള്ളതുണ്ട്. ഈ ഇംഗ്ലീഷിലുള്ള ഓഡിയോ എല്ലാം വീഡിയോ ഫോർമാറ്റിൽ ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് ഡെയിലി സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവരുടെയും ഫോണിൽ കിട്ടത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെന്റ്സും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ഇത്രയും ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ ടോപ്പിക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്, പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം നമ്മുടെ ഒരു ഹെൽത്തിയർ ലൈഫ്, എല്ലാവരും മെഡിക്കൽ സയൻസിലുള്ളവരെല്ലാവരും ഹെൽത്തിയർ ലൈഫിനെ കുറിച്ച്, ഹെൽത്തി പോപ്പുലേഷനെ കുറിച്ചും എങ്ങനെ ആരോഗ്യത്തിലേക്ക് ആക്കണമെന്ന് തന്നെയാണ് ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷെ എങ്ങനെ GHK ഡിഫറെൻ്റ് ആയിരിക്കുന്നു എന്നുള്ളത് ജനങ്ങളിൽ എത്തിക്കുക, എങ്ങനെ കൂടുതൽ ആരോഗ്യത്തോടുകൂടി അല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. GHK എങ്ങനെ സഹായിക്കും. രണ്ടാമത്തേത് എങ്ങനെ ലോങ്ങർ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊരു പ്രസംഗത്തിൽ കേൾക്കാറുണ്ട്, മൂപ്പെത്താത്ത മരണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മൂപ്പെത്താത്ത മരണം. ഇന്നത്തെ മരണങ്ങൾ ഭൂരിപക്ഷവും മൂപ്പെത്താത്ത മരണങ്ങളാണെന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും. എന്ന് പറഞ്ഞാൽ അൺടൈംലി ഡെത്ത്. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ദീസ് ഡെത്ത്സ് ആർ നോട്ട് ഡെസ്റ്റിൻഡ് ഓർ ഡിസൈൻഡ് ബൈ ഗോഡ്. ദൈവം തീരുമാനിച്ച സമയത്തുള്ള മരണങ്ങളൊന്നും അല്ല ഇന്ന് നടക്കുന്നത്. ഡോക്ടേഴ്സ്, ആശുപത്രികൾ അവരുടെ ലാഭത്തിന് വേണ്ടി, അവരുടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതൊരു ഭയപ്പെടുത്തലുകളോടുകൂടി നിങ്ങൾക്ക് ഇന്ന രോഗം വന്നാൽ ഇന്നത് ചെയ്യണം, ഇന്ന ആശുപത്രിയിൽ പോകണം, ഇന്ന ഡയറ്റ്, ഇങ്ങനെയുള്ള രീതിയിൽ അവരെ കാച്ച്മെന്റ് ഏരിയ ആക്കിക്കൊണ്ട് ഈ പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്ത, അറിവില്ലാത്ത, തിരിച്ചൊന്നും ചോദിക്കത്തില്ലാത്ത ഒരു തലമുറയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യം വിറ്റ് കാശാക്കുന്നതിൻ്റെ വാർത്തകൾ ഡെയിലി വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഓരോ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് എത്രമാത്രം ജനങ്ങളെ വഞ്ചിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ കേട്ടതാണ്, റാൻബാക്സി എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എത്രമാത്രം മനുഷ്യരെ ചീറ്റ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, യൂട്യൂബിൽ കിട്ടും. ഇന്നത് ഇല്ലാതെയായി. കാരണം അതിൻ്റെ പിന്നിലുള്ള ചതി അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട എല്ലാ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിലേക്കും. ഞാൻ അതിലേക്ക് പോകുന്നില്ല, കാരണം അതൊരു എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ എന്താണ് റിയൽ ലൈഫ്, ലോങ്ങർ ലൈഫ്? അപ്പോൾ അത് ദൈവം തീരുമാനിച്ച സമയത്ത് നമ്മളെല്ലാം മരിക്കും, ജനിച്ചാണെ മരിക്കും. പക്ഷെ അത് ദൈവം തീരുമാനിച്ച സമയത്ത് മരിക്കട്ടെ. ഇതങ്ങനെയല്ല, നിങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ്. അങ്ങനെ എത്രയും ഷോർട്ടസ്റ്റ് ടൈമിൽ നിങ്ങൾ അൺടൈംലി ആയിട്ടുള്ള ഡെത്തിന് നിങ്ങളെ വശംവദരാക്കാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ സയൻസ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ ബിസിനസ്, മണി മേക്കിംഗ് മോട്ടീവ് ആണ് അതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം വരുന്നത്. അപ്പോൾ നാച്ചുറലി അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്കിലുള്ളത്. പ്രകൃതിയോട് കൂടി ജീവിച്ചാൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ജീവിക്കാൻ സാധിക്കും. അല്ലെ, പ്രകൃതിയുടെ ഭാഷയിൽ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വളരെ ഈസിയാണ്. അതിനെക്കുറിച്ച് ആണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഞാൻ ഇന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെഡിക്കൽ സിസ്റ്റത്തിനെ കുറിച്ച് പറയേണ്ടതായിട്ട് വരും. അവിടെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഫിയർ ബേസ്ഡ് മോഡലാണ് നമ്മുടെ മുമ്പിലുള്ള വൈദ്യശാസ്ത്രം നമുക്ക് തരുന്നത്.
അൺഫോർച്ചുനേറ്റ്ലി ഞാൻ വീണ്ടും പറയുകയാണ്, ദൗർഭാഗ്യകരമാണ്, നമ്മുടെ ഹോമിയോപ്പതി സ്റ്റുഡൻസിനെ പഠിപ്പിച്ചതും ഈ പറയുന്ന കൺവെൻഷണൽ മെഡിക്കൽ സിസ്റ്റമാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുകയാണ് ഞാൻ. കാരണം ഞാൻ നിങ്ങൾക്കറിയാവുന്ന സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതിയിൽ ഞാൻ മെമ്പറായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്കീം, കരിക്കുലം, സിലബസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മെത്തഡോളജിയൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ കമ്മിറ്റിയിൽ മെമ്പറായിരുന്നു, അതുകൊണ്ട് എനിക്കറിയാം. അപ്പം എങ്ങനെയാണോ അലോപ്പതി ഒരു MBBS സ്റ്റുഡൻറ്റിനെ ഫോം ചെയ്യുന്നത്, അതേ ഫോർമേഷൻ ഹോമിയോപ്പതി കോളേജിൽ കൊണ്ടുവന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ആ കുട്ടികളുടെ തലയിലേക്ക്, അല്ലെങ്കിൽ ആ ന്യൂ ഡോക്ടേഴ്സിന്റെ തലയിലേക്ക് ഹോമിയോപ്പതി തെറാപ്യൂട്ടിക്സ് എന്ന് പറയുന്ന രീതിയിലാണ് ഹോമിയോപ്പതി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പറയുന്ന ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള, അല്ലെ ഫിയർ മോങ്കറിങ് ആയിട്ടുള്ള ഈ ഒരു മെഡിക്കൽ സിസ്റ്റത്തിന് ബദലായിട്ടുള്ളത് എൻ്റെ വിശ്വാസത്തിൽ ഹോമിയോപ്പതി തന്നെയാണ്. പക്ഷെ ഇന്നത്തെ ഹോമിയോപ്പതി അല്ല. യഥാർത്ഥ ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഹോമിയോപ്പതി ബേസ്ഡ് ഓർ ഫൗണ്ടേഷൻ എന്തായിരിക്കണം? GNM ആയിരിക്കണം. ഇപ്പൊ GNM എന്ന് പറയുന്ന നോളജ് ഓഫ് ഡിസീസ്, രോഗത്തിന്റെ അറിവിനെ മേലെ വേണം ഹോമിയോപ്പതി പ്രാക്ടീസ് അല്ലെങ്കിൽ ഹോമിയോപ്പതി ഫിലോസഫി, തിയറി എല്ലാം ബിൽഡപ്പ് ചെയ്യാനാണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ GHK എന്താണ്? ജർമാനിക് ഹീലിംഗ് നോളജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, ഡോക്ടർ ഹാമർ എന്താണ് ഈ ലോകത്തോട് പറഞ്ഞത്? ഡോക്ടർ ഹാമർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, രോഗം എന്ന് പറഞ്ഞാൽ ന് വേണ്ടിയിട്ട് ഈ പ്രകൃതി, അല്ലെ പ്രകൃതി മാതാവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ് ആണ്. സോ GHK എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഓഫ് ദി ഡിസീസ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ത്രൂ ദി എവല്യൂഷൻ, ഈ പറയുന്ന എവല്യൂഷന്റെ ഏതോ ഘട്ടത്തിലൂടെ നമ്മുടെ ഈ പറയുന്ന ഓർഗാനിസത്തിന്റെ ഉള്ളിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഡിസീസ്. ഒരു പ്രോഗ്രാം എന്നോ അനേക പ്രോഗ്രാം എന്നോ വിളിക്കുക. ആ മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നമ്മളെ ഈ ഭൂമിയിൽ ഭംഗിയായിട്ട് ജീവിക്കാൻ, ഇതിന്റെ സർവൈവലിന് വേണ്ടിയിട്ട് മാത്രം ആണ്. പ്രകൃതി മാതാവ്, ഇനി ദൈവത്തിന്റെ കാര്യം പറയാനായിട്ട് പലർക്കും മടിയാണെങ്കിൽ പ്രകൃതിയെക്കുറിച്ച് അവർക്ക് അപ്രീസിയേഷനൊക്കെയാണ്. പ്രകൃതിയൊക്കെയാണ്, സയൻസ് അതിൻ്റെ അപ്പുറമൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നവർ പ്രകൃതി മാതാവ് എന്ന് പറഞ്ഞോളൂ, അല്പം വെളിമ. അപ്പൊ ഈ മാതാവ് നമുക്ക് അനുകൂലമായിട്ടുള്ളത് മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. സോ അറ്റ് ദി ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ, ഞാനിത് പല പ്രാവശ്യം പറഞ്ഞതാണ്, ഫാദർ ആൻഡ് മദർ, half cell of the father and half cell of the mother, when they unite and form the primordial cell, first cell, ആ സെല്ലിൽ ഈ പ്രോഗ്രാം ഇൻസ്റ്റാൾഡ് ആണ്, ഇന്നേറ്റ് ആണ്, ഇൻഹെറന്റ് ആണ്. ആ പ്രോഗ്രാമാണ് നമ്മളുടെ വിവിധ ഘട്ടങ്ങളിൽ ഡിസീസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡിസീസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ട്രിഗറിങ് ഫാക്ടർ വേണം. അത് ഒരിക്കലും ഫിസിക്കൽ അല്ല എന്നാണ് ഡോക്ടർ ഹാമർ പറഞ്ഞത്. അത് സൈക്കിക്കാണ്, അത് ബയോളജിക്കലാണ്. അപ്പോൾ ഈ സൈക്കിക് ലെവലിൽ ഒരു ഇഞ്ചുറി എന്നോ ഒരു ട്രിഗറിങ് ഫാക്ടർ അത് അഫക്റ്റഡ് ആകണമെങ്കിൽ നമ്മുടെ സൈക്കിയെ കുറിച്ച് നല്ല ബോധ്യം വരണം. അതൊരു സബ് കോൺഷ്യസ് മൈൻഡാണ്. ഇന്ന് മൈൻഡിനെ കുറിച്ച് പോലും നമുക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് കുറവാണ്. അതുകൊണ്ട് ഈവൻ ഇപ്പൊ എന്റെ മനസ്സിലേക്ക് വന്ന കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഈവൻ മെന്റൽ ഡിസീസിനെ പോലും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഫിസിക്കൽ കോസേഷൻ പറഞ്ഞാലേ ഏക്കുള്ളൂ, അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്ത് എത്തത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്നതാണ് മോഡേൺ മെഡിക്കൽ സയൻസ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. ഒരാൾ സൈക്കോട്ടിക് സിംറ്റംസ് കാണിക്കുന്നു, മെന്റൽ ഡിസീസ് കാണിക്കുന്നു, അല്ലെങ്കിൽ ഉടനെ പറയും ദിസ് ഈസ് ഡ്യൂ ടു സം കെമിക്കൽ ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ദി ബ്രെയിൻ. അപ്പൊ ബ്ലഡിൽ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ് ബ്രെയിനിനെ അഫക്ട് ചെയ്തിട്ടാണ് ദിസ് സോർട്ട് ഓഫ് ബിഹേവിയേഴ്സ്, ഒരാൾ മെന്റൽ ബിഹേവിയേഴ്സ് ഉണ്ടാക്കുന്നത്. ടോട്ടലി റോങ്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. It has got nothing to do with any chemicals. Chemicals are following the conflicts happening in the mind. ഇപ്പൊ സൈക്കിക് ലെവലിൽ അല്ലെങ്കിൽ ഡൈനാമിക് ലെവലിൽ ഹോമിയോപ്പതിക്കാർക്ക് അത് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവും. ആ ഡൈനാമിക് ലെവലിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ്, ട്രിഗേഴ്സ്, അതിനെയാണ് കോസേഷൻ ഓഫ് ഡിസീസ് എന്നത്. അല്ലെങ്കിൽ ദാറ്റ്സ് ട്രിഗേഴ്സ് ഓർ കിക്ക് സ്റ്റാർട്ട്സ് എ പ്രോഗ്രാം. ആ പ്രോഗ്രാമിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. അതിനാണ് കോൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസ്, കോൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസ്, എപ്പിലെപ്റ്റോ ക്രൈസിസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ രോഗം എന്ന് പറഞ്ഞാൽ നമ്മളെ നശിപ്പിക്കാനോ നമുക്ക് അപകടം വരുത്താനോ നമ്മളെ ഇല്ലാതെയാക്കാനോ കൊല്ലാനോ സഫർ ചെയ്യിക്കാനോ വേണ്ടിയിട്ടല്ല. പക്ഷെ സഫറിങ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇറ്റ്, പ്രൊവൈഡഡ് യു ആർ ഹാവിങ് എ കോൺഫ്ലിക്റ്റ് ആക്ട്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം. അപ്പം ഡിസീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിയലി എ ബെനിഫിഷ്യൽ പ്രോഗ്രാം ഇൻസ്റ്റാൾഡ് ഇൻ അസ് ഇൻ സം പാർട്ട് ഓഫ് അവർ എവല്യൂഷൻ. അപ്പോൾ ഈ എവല്യൂഷനും
എംബ്രിയോളജിയും, അല്ലെങ്കിൽ നോളജ് ഓഫ് എവല്യൂഷൻ ആൻഡ് നോളജ് ഓഫ് എംബ്രിയോളജി, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മളുടെ ഈ പറയുന്ന ഡിസീസിനെ മനസ്സിലാക്കാനായിട്ട് ഡോക്ടർ ഹാമർ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫണ്ടമെന്റൽസ് ഓഫ് GHK മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞ് ഹോമിയോപ്പതിക്കാരായ നമ്മൾ പഠിച്ചതുപോലെ തന്നെ there are 5 biological laws. They are called biological laws of nature. പ്രകൃതിയുടെ ജൈവിക നിയമങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. 5 വളരെ പ്രധാനപ്പെട്ട ഈ 5 നിയമങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കാതെ നിങ്ങൾക്ക് പോകാൻ പാടില്ല, നിങ്ങൾക്ക് ജീവിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട് എനിക്ക് തലവേദന വരുന്നു, എന്തുകൊണ്ട് ഞാൻ ജലദോഷം തോന്നി, എന്തുകൊണ്ട് തുമ്മി, എന്തുകൊണ്ട് എനിക്ക് നടുവേദന വന്നു, എന്തുകൊണ്ട് എൻ്റെ ബ്രസ്റ്റിലൊരു മുഴയുണ്ടായി, എന്തുകൊണ്ട് എനിക്ക് ഓവറിയിൽ ഒരു സിസ്റ്റ് ഉണ്ടായി, എൻ്റെ മുട്ടിന് എന്തുകൊണ്ട് വേദനയുണ്ടായി, ഈ കാര്യം അറിഞ്ഞാൽ വളരെ ഈസിയാണ്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ അറിവാണ് GHK. ഈ അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മൂപ്പത്താത്ത മരണങ്ങൾ ഉണ്ടാവത്തില്ല. ബയോളജിക്കലായിട്ട് ജൈവികമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഒരു ആശുപത്രിയുടെയും ആവശ്യമില്ല. ആശുപത്രികളൊക്കെ പേപ്പർ കാസിൽ പോലെ, കടലാസ് കോട്ടകൾ പോലെ താഴെ വീഴാൻ സാധിക്കും. കാരണം നിങ്ങൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ബയോളജി മാത്രമേ ഉള്ളൂ. അത് എവിടെ നിന്നും തുടങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പുരുഷനും സ്ത്രീയും കൂടെ ചേരുന്നിടത്തല്ല, അതുക്കും മേലെ, അതുക്കും അപ്പുറം. കാരണം ഹോമിയോപ്പതി SCPH ഒക്കെ പഠിച്ച ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് അറിയാം, തലമുറകളിലൂടെ വന്നിട്ടുള്ളതാണ് ചിലപ്പോൾ നമ്മുടെ മയാസം എന്ന് നമ്മൾ ഹോമിയോപ്പതി പഠിച്ചിട്ടുള്ള നമ്മുടെ സബ്ജക്റ്റിവിറ്റി, ഇൻഡിവിജ്വലൈസേഷൻ, സസെപ്റ്റിബിലിറ്റി, ഇതൊക്കെ നമുക്ക് തലമുറകളിലൂടെ. അപ്പോൾ എൻ്റെ ദൈവം സൃഷ്ടിച്ച പുരുഷനും സ്ത്രീയും കൂടെ ചേരുന്നു, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു, പ്രേമിക്കുന്നു, ഇൻറ്റിമസി വരുന്നു, സെക്സ് വരുന്നു, കുട്ടി ഉണ്ടാകുന്നു. അതൊക്കെ മുമ്പ് പല പല കാര്യങ്ങളും ഉണ്ട്. അവിടെയെല്ലാം ഈ പറയുന്ന പ്രകൃതിയുടെ രീതിയിലാണ് നടക്കുന്നതെങ്കിൽ അവിടെയെല്ലാം ഈ പറയുന്ന ബയോളജിക്കൽ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നാച്ചുറലി എന്ന് പറയുന്നത് പ്രൊലോങ്ഡ് ലൈഫ് എന്നുവരെ ദൈവം തീരുമാനിച്ചത്. അതുപോലെ ഹെൽത്തിയർ ലൈഫ് ഇത് സാധ്യമാണ്. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ളതാണ്, ആകാശത്തിലെ കോടി കണക്കിനുള്ള പക്ഷികളുണ്ട്, അല്ല ഭൂമിയിൽ മനുഷ്യൻ മാത്രമല്ല മറ്റ് കോടാനുകോടി മൃഗങ്ങളുണ്ട്, വെള്ളത്തിൽ അതുപോലെ കോടാനുകൂടി മത്സ്യങ്ങളുണ്ട്, അല്ലെ മത്സ്യ വിഭാഗത്തിൽപ്പെട്ട. ഇവരൊക്കെ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നാണോ അതിന്റെ സൃഷ്ടാവ് പ്ലാൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ജീവിക്കാനായിട്ട് വിധിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ചെയ്തിട്ടുള്ള സാറേ, സാർ ഒന്ന് മ്യൂട്ട് ആയി പോയിട്ടുണ്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ സാറേ? ഓക്കെ, എങ്ങനെയോ അറിയാതെ സംഭവിച്ചതാണ്, സോറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ആകാശത്തിലെ പക്ഷികളെ പോലെ, ഭൂമിയിലെ മറ്റു മൃഗങ്ങളെ പോലെ, വെള്ളത്തിലെ മത്സ്യങ്ങളെ പോലെ തന്നെ ഭക്ഷിക്കാനും വിസർജ്യം നടത്താനും, ദാഹിക്കുമ്പോൾ കുടിക്കാനും മൂത്രമൊഴിക്കാനും, അല്ലെങ്കിൽ വിസർജ്യം മൂത്രമായിട്ട് പോകാനും, അല്ലെങ്കിൽ ഇണചേരാനും, മക്കളെ സൃഷ്ടിക്കാനും ഒക്കെ ബയോളജിക്കലായിട്ട് മറ്റു മൃഗങ്ങളെ പോലെ തന്നെ നമ്മളെ ഈ ഭൂമിയിൽ ജീവിക്കാൻ മുന്നോട്ട് പോകാനായിട്ട് വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. അത് മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് GHKയുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയാം. ഞാൻ അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു 5 ബയോളജിക്കൽ ലോസ് ഓഫ് നേച്ചർ. കൂടുതലൊന്നും വിശദീകരിക്കാനായിട്ട് നമുക്ക് സമയമില്ല. അതിൽ ഒന്നാമത്തേത് അയൺ റൂൾ ഓഫ് ക്യാൻസർ എന്നാണ് പറയുന്നത്. നമ്മളെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന രോഗം അല്ലെങ്കിൽ ക്യാൻസർ ലൈക്ക് ഡിസീസസ്, നിങ്ങൾ ഒരു രോഗത്തെ കുറിച്ച് വളരെ ഭീതികരമായോ, സെർവിക്കൽ സ്പോണ്ടിലോസിസ്, കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് ഫെയിലിയർ, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ, ലിവർ ഡിസീസ്, ഏത് രോഗം പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ എല്ലാം റൂളാണ് അയൺ റൂൾ ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. എന്താണത്? സൈക്കിക് കോസസ് മാത്രം, അതായത് എവറി ഡിസീസ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ബിഗിനിങ് വിത്ത് എ ബയോളജിക്കൽ ഷോക്ക്. ബയോളജിക്കൽ ഷോക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ സൈക്കിക് ഷോക്ക് എന്ന് പറയാം. അങ്ങനെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഇമോഷണൽ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആയിപ്പോയി, കോൺഷ്യസ് മൈൻഡിൽ എന്നുള്ളത് പറയാം. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അറിവല്ല, വ്യാപകമായിട്ട് എൻകംപാസിങ് ഓൾ ദി ലിവിങ് തിങ്സ്. അപ്പം ഹ്യൂമൻ ഓർഗാനിസത്തിൽ ഈ പറയുന്ന നമ്പർ 1, all diseases, 100% of diseases are caused due to some psychic
ഓർ ബയോളജിക്കൽ കോൺഫ്ലിക്ട്സ് എന്നാണ് പറയുന്നത്. വിത്ത് ബയോളജിക്കൽ പർപ്പസ്. അതിനൊരു പർപ്പസ് ഉണ്ട്. അത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് അനുകൂലമായിട്ടുള്ള. ഇതാണ് ഒന്നാമത്തെ റൂള്. രണ്ടാമത്തെ ലോ ഓഫ് നേച്ചർ എന്ന് പറയുന്നത് എവറി ഡിസീസ് ഹാസ് ഗോട്ട് ടു ആസ്പെക്ട്സ്. വൺ ഈസ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി. ഫ്രം ദിസ് ടൈം വൺ ഗെറ്റ്സ് എ ട്രിഗറിങ് കോൺഫ്ലിക്റ്റ് ടിൽ ഇറ്റ് ഈസ് റിസോൾവ്ഡ്. എല്ലാ കേസുകളും റിസോൾവ് ആകണമെന്നില്ല. റിസോൾവ് ആവാത്തതിനെ നമ്മൾ അതൊക്കെ വിശദമായിട്ട് നമ്മൾ പഠിക്കണം. ഡൗൺ ഗ്രേഡിങ് ഓഫ് ദി കോൺഫ്ലിക്റ്റ് എന്ന് പറയും. അതിനെ മിനിമൈസ് ചെയ്യുക. ഒരു ഭർത്താവ് ഭാര്യയെ വിട്ടുപോയി, അത് അയാൾ തിരിച്ചു വരുന്നില്ല, വേറൊരു പെണ്ണിന്റെ കൂടെയാണ് പോയത്. കോൺഫ്ലിക്റ്റ് ആണ്. അതെങ്ങനെ പിന്നെ ഒന്നെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്ത്രീ വേറെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ അയാൾ തിരിച്ചു വരണം. അപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാതെയും നമുക്ക് ഡൗൺ ഗ്രേഡ് ചെയ്യാം. എങ്ങനെയാണ്? പോയത് പോട്ടെ എന്ന് വെക്കാം, അല്ലെങ്കിൽ ഞാൻ വേറൊരാളെ കണ്ടുപിടിക്കുന്നു വെക്കാം. ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഡൗൺ ഗ്രേഡ് ചെയ്യാം. അപ്പോൾ ഈ ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റി ആൻഡ് ഡ്യൂറിങ് ദി കോൺഫ്ലിക്റ്റ് ഹീലിംഗ്, ഈ രണ്ട് സ്റ്റേജിലാണ് നമുക്ക് സിംറ്റംസ് ഉണ്ടാകുന്നത്. ഈ സിംറ്റംസിനെയാണ് ദൗർഭാഗ്യം കൊണ്ട് രോഗം എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ലക്ഷണം, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എന്താ പറയണ്ടേ, കോൺസ്റ്റന്റ്ലി തിങ്കിങ് അബൌട്ട് ദി സൈക്കിക് കോൺഫ്ലിക്റ്റ്, അത് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിലുണ്ടാകുന്നു. ലോസ് ഓഫ് അപ്പിറ്റേറ്റ് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിലാണ്. കോൾഡ്നെസ് ഓഫ് ദി എക്സ്ട്രിമിറ്റീസ് മാത്രമാണ്, കോൾഡ്നെസ് ഓഫ് ദി ബോഡി, എസ്പെഷ്യലി പെരിഫറൽ ബോഡി. അപ്പൊ തണുത്തു, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, അയ്യോ ഞാനങ്ങ് ഐസായിപ്പോയി, ഞാനങ്ങ് ചിൽഡായിപ്പോയി, ഞാനങ്ങ് സ്റ്റക്ക് ആയിപ്പോയി എന്നൊക്കെ പറയുന്നത് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിലാണ്. അപ്പോൾ കോൾഡ്നെസ്, നമ്മൾ തണുത്തിരിക്കുക, കൈ തണുത്തിരിക്കുക, ബോഡി തണുക്കുക എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ആക്ടിവിറ്റീസിലുള്ളതാണ്. ഉറക്കം കിട്ടാതെ കിടക്കുക, തെളിഞ്ഞും മറിഞ്ഞും കിടക്കുക, വിശപ്പ് നഷ്ടപ്പെടുക, ഇങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ചില സിംറ്റംസ് നമ്മളോട് വന്ന് രോഗിയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരാളോ അല്ലെങ്കിൽ നമ്മൾ തന്നെ പറയുമ്പോൾ യെസ് ഐ ആം ഇൻ എ കോൺഫ്ലിക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ അന്നേരം മുതൽ അയാൾ കോൺഫ്ലിക്റ്റ് ഹീലിംഗ് സ്റ്റേജിലേക്ക് പോവുകയാണ്. അവിടെയാണ് മാക്സിമം നമ്പർ ഓഫ് സിംറ്റംസ് ഉണ്ടാകും. അത് പനിയായിക്കോട്ടെ, ഇൻഫ്ലമേഷൻ സിംറ്റംസ്, അതായത് ട്യൂമർ എന്ന് പറയുന്ന എല്ലാ സിംറ്റംസും ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ഹീലിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ രോഗമായിട്ട്, നീരുണ്ട്, അയ്യോ ഇവിടെ നീരുണ്ട്, കണ്ണിന് നീരുണ്ട്, വയറിന് നീരുണ്ട്, കാലിന് നീരുണ്ട്, ട്യൂമർ. ഡോളർ, അയ്യോ ഭയങ്കര വേദനയാണ്, എനിക്ക് സഹിക്കത്തില്ലാത്ത വേദനയാണ്. വേദനയ്ക്ക് ഒരു കാരണമുണ്ട്. ആ കാരണം ഇത് ഹീല് ചെയ്തു, അല്ലെങ്കിൽ അസുഖം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. കളർ, ചുമപ്പാണ്, അവിടെ ഭയങ്കര ചുമന്നിരിക്കുന്നു ഡോക്ടറെ, അല്ലെങ്കിൽ അവിടെ ഭയങ്കര നീരാണ്, ചൂടാണ്, തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. ഈ ചൂട് ലോക്കലാകാം, കംപ്ലീറ്റ് ആണ്. അപ്പൊ പനി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? പനി എന്ന് പറഞ്ഞാൽ അസുഖം മാറി എന്നർത്ഥം. ഏതെങ്കിലും ഡോക്ടർ, എന്നെ ശ്രമിക്കുന്ന ഡോക്ടർ രോഗിയോട് പറയോ നിങ്ങളുടെ അസുഖം മാറി, പനിയാണ്, പേടിക്കണം, നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി എന്ന് പറയോ? അപ്പം എനിക്ക് ഹൈദരാബാദിൽ വന്ന പോലെ ഒരു ഹോമിയോ ഡോക്ടർ എന്നോട് വന്നു, ഡോക്ടറെ മരുന്ന് വേണ്ടെന്ന് ദയവ് ചെയ്ത് പറയരുത് കേട്ടോ, ഇങ്ങനെയാണ് എന്നോട് ഒരു ഹോമിയോ ഡോക്ടർ എന്ന് പറഞ്ഞു. ഒരു മരുന്നിന്റെ ആവശ്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പക്ഷികളോ ഈ മത്സ്യങ്ങളോ ഈ മൃഗങ്ങളോ ഒന്നും ആഴ്ചയിൽ 7:30 ലാബറട്ടറി പോയി എൻ്റെ ബ്ലഡ് കൊടുക്കാനായിട്ട്, ഷുഗർ ഉണ്ടോ എന്നറിയാനായിട്ട് പോയി ക്യൂ നിൽക്കുന്നില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കി. എങ്ങനെയാണ് അവരൊക്കെ ജീവിക്കുന്നത് അതുപോലെ തന്നെ ജീവിക്കാനായിട്ട് നമുക്കുണ്ട്. നമുക്ക് കുറച്ച് ബുദ്ധി കൂടിപ്പോയി എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കുഴപ്പം. അതുകൊണ്ട് അയ്യോ കൊളസ്ട്രോൾ 120 പാടുള്ളൂ, അല്ല 100 പാടുള്ളൂ, അത് 121 എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ടെൻഷൻ മുഴുവൻ. അത് ഭയമാണ്. ഭയപ്പെടുത്തലുകളിലൂടെ ഒരു വലിയ വ്യവസായം മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അത് വേറെ കാര്യമാണ്. അപ്പൊ 2 phase ഓഫ് ഡിസീസ് ആണ് സെക്കൻഡ് ലോ ഓഫ് നേച്ചർ. നമ്പർ 3 എന്താണ്? ഒണ്ടോജനിക് സിസ്റ്റം ഓഫ് ഡിസീസസ്. ഒണ്ടോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ടു അവർ എംബ്രിയോളജി. അപ്പൊ എംബ്രിയോളജിയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജെർമിനൽ ലേയേഴ്സ്, 3 layers divided into 4 layers, ectoderm, ന്യൂ മീസോഡേം, ഓൾഡ് മീസോഡേം, എൻഡോഡേം എന്ന് പറയുന്ന 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു സെല്ല്, ആദ്യത്തെ ഒരു സെൽ, സിംഗിൾ സെൽ, ഹാഫ് സെൽ ഓഫ് ദി ഫാദർ ആൻഡ് ഹാഫ് സെൽ ഓഫ് ദി മദർ. ഓൺ 13th day ഇറ്റ് ബിക്കംസ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേജ് വരുന്നു. അത് 4 ലെയർ ആയിട്ട് പോകുന്നു. ഈ 4 ലെയറുകളാണ് നമ്മുടെ ശരീരത്തിലുള്ള മുഴുവൻ കോശങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാറ്റഗറൈസേഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ഭാഗത്ത് എന്ത് അസുഖം എന്ന് പറയപ്പെടുന്ന ഈ സാധനം വന്നോ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് റീസൺ. അപ്പം എംബ്രിയോളജിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള, എവല്യൂഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ സിസ്റ്റത്തെ കംപ്ലീറ്റ് ഓരോ സെൽ ടു സെൽ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന അറിവ് തന്നെയാണ് ഈ പറയുന്ന പുതിയ ഈ ശാസ്ത്രത്തിൽ ഉള്ളത്. അതായത് ഓരോ ടിഷ്യൂവും അതിൻ്റെ പ്രത്യേക കാറ്റഗറി അനുസരിച്ചിട്ടാണ് ഒരു കോൺഫ്ലിക്റ്റിനോട് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. 4ാമത്തെ റോൾസ് വളരെ ലോ ഓഫ് നേച്ചർ വളരെ
കോൺട്രവേഴ്സ്യൽ ആയിട്ടും ഇന്നും പലർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഞാനത് കൺവിൻസ്ഡ് ആണ്. അതായത് നോ മൈക്രോബ് ക്യാൻ അറ്റാക്ക് യു ടു സിക്ക് ഓർ കിൽ സമൺ. അതായത് മൈക്രോബ്സ് ആർ റിയലി അവർ ഹെൽപ്പേഴ്സ്. ഓൾ മൈക്രോബാക്ടീരിയ, ഫംഗസ്, ബാക്ടീരിയ, ഓർഡിനറി ബാക്ടീരിയ, വൈറസ്, വാട്ട് നോട്ട്, ഇതെല്ലാം നമ്മൾക്ക് അനുകൂലമായിട്ട് ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ഷികളും ആകാശമൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈ ഭൂമിയെ സൃഷ്ടിക്കപ്പെട്ട് നമ്മുടെ ശരീരത്തിന്റെ ഏതാണ്ട് 1/10 ഭാഗം ഇവരെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. കോൺട്രവേഴ്സി ഉണ്ട്. 5ാമത്തെ ലോ എന്ന് പറയുന്നതാണ് ക്വിൻറ്റസെൻസ്, ദി എസൻസ് ഓഫ് ദി GHK. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് നോ ഡിസീസ് ഈസ് എ പണിഷ്മെന്റ് ഓഫ് നേച്ചർ. ഓൾ സിംറ്റംസ് ആർ റെസ്പോൺസസ് എന്ന് പറയുന്നതാണ് അതിന്റെ കാര്യം. ഇനി നമ്മൾ അടുത്തതിലേക്ക് നമ്മൾ ലോങ്ങർ ലൈഫിനെ കുറിച്ച് പറയാം. ലോങ്ങർ ലൈഫ്, ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യം എന്താണ്? നമുക്ക് ലോങ്ങിവിറ്റി ഓഫ് ലൈഫ്, കൂടുതൽ സമയം ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ GNM പഠിച്ചേ തീരും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് മൂപ്പെത്താത്ത മരണം, അത് അപകട മരണമല്ല. 3 എക്സെപ്ഷൻസ് ഉണ്ട്. ആക്സിഡന്റ്, ട്രോമ, ഇഞ്ചുറി, ബേൺ, ഫാൾ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ അകത്ത് വരുന്നില്ല. ഒരു മാൾ ന്യൂട്രീഷൻ അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് കിട്ടിയിട്ടില്ല, അതിന്റെ പേരിലുണ്ടാകുന്ന രോഗമല്ല. ആക്സിഡൻസ് അല്ലെങ്കിൽ മാൾ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ടോക്സിൻസ്, പോയിസണിങ്, ഈ 3 കാറ്റഗറിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എല്ലാ നാച്ചുറൽ ഡിസീസസും അതെല്ലാം ഉണ്ടാകുന്നത് ഡ്യൂ ടു എ കോൺഫ്ലിക്റ്റ് ആണെന്നുള്ളതാണ് ഈ ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ റൈറ്റ് ഫ്രം ദി ബിഗിനിങ്, നിങ്ങളുടെ എന്തുകൊണ്ട് തുമ്മി, എന്തുകൊണ്ട് ചുമച്ചു, എന്തുകൊണ്ട് വയറിളകി, എന്തുകൊണ്ട് ഛർദ്ദിച്ചു, എന്തുകൊണ്ട് എനിക്ക് തലവേദനയുണ്ട്, എന്തുകൊണ്ട് പല്ലുവേദനയുണ്ട് എന്ന് തുടങ്ങി നമ്മുടെ ശരീരത്തിൽ ചെറിയ പ്രായം മുതലേ ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങളും എന്ന് പറയുന്ന സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുവരെ നിങ്ങൾക്ക് മനോഹരമായിട്ട് ജീവിക്കാം. ഒരു ആശുപത്രിയുടെ ആവശ്യമില്ല. ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ അടുത്ത് പോകണം. അല്ലെ ഹോമിയോപ്പതി ഡോക്ടർ പറയുകയാണ് ഹോമിയോപ്പതി ഉണ്ടെങ്കിൽ, അങ്ങനെയൊന്നുമില്ല. ഹോമിയോപ്പതി ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സയൻസ്. അതാണ് സിമിലിയ സിമിലിബസ് കുരേണ്ടസ് എന്ന് പറഞ്ഞാൽ സമം സമേന ശാമ്യത. അതായത് നിങ്ങളുടെ മൈൻഡ് അല്ലെ ഡൈനാമിക്സ് അതിന്റെ തലത്തിലേക്ക് പോകുമ്പോഴാണ് സിമിലാരിറ്റി വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദി ടിഷ്യൂ ടു ടിഷ്യൂ സിമിലാരിറ്റി. അപ്പോൾ ഹോമിയോപ്പതിയും GNM, ഹോമിയോപ്പതി ഓൾറെഡി ഹാസ് സെക്യൂർഡ് ഇറ്റ്സ് 2nd rank out of the popularity in the world. മോസ്റ്റ് പോപ്പുലർ മെഡിക്കൽ സിസ്റ്റത്തിലെ 2ാം സ്ഥാനം നേടിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അത് 1ാം സ്ഥാനത്തേക്ക് വരാൻ വേണ്ടി യാതൊരു ബുദ്ധിമുട്ടുമില്ല. GHK എന്ന് പറയുന്നത് അറിയാൽ മതി, അറിയിച്ചാൽ മതി. അപ്പൊ GHK plus ഹോമിയോപ്പതി ഈസ് ഗോയിങ് ടു റൂൾ ദി വേൾഡ് whenever someone is having a problem. And that is why ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ 65 രാജ്യങ്ങളിൽ വളരെ ചെറിയ സമയം കൊണ്ട് കാട്ടുതീ പോലെ പ്രചരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു GHK എന്ന് പറയുന്നതാണ് ഞാൻ സന്തോഷത്തോടുകൂടി. അപ്പൊ അങ്ങനെ ഒരു ആൾക്ക് ലോങ്ങിവിറ്റി ഒരു പ്രശ്നമേ ഇല്ല. ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഞാൻ ഓസ്ട്രിയയിൽ പോയപ്പോൾ അന്നൊരു 70+ ഉള്ള ഒരു ലേഡി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അറിയാമല്ലോ, കുറച്ച് 10 വയസ്സെങ്കിലും കുറവുള്ള ആളായിരുന്നു. അപ്പോൾ ഈ ലേഡിയും ഞാൻ കൂടെ ഒരു മൗണ്ടൻ ക്ലൈംബിങ്ങിന് പോയതാണ് ഈ സെമിനാറിന്റെ ഇടയ്ക്കുള്ള ഫ്രീ ടൈം. അപ്പോൾ ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ സ്പീഡിൽ നടക്കുന്നുണ്ടപ്പോൾ ഞാൻ വണ്ടർ അടിച്ചു, ഹൗ യു കുഡ് ഡു ദാറ്റ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു, ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് GNM ദാറ്റ് ഐ ക്യാൻ. ഷീ സ്റ്റിൽ അല്ലേ, അപ്പോൾ ഒരു 10 വയസ്സ് കൂടെ കൂട്ടിയോളൂ, ഷീസ് മോർ ദാൻ 80+. ഷീസ് ലിവിങ്. അപ്പോൾ എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? ബിക്കോസ് ഓഫ് GNM. നിങ്ങൾ മരുന്നുകൾ എന്ന് പറയുന്നത് കഴിക്കാതിരിക്കുക. മരുന്നുകൾ എന്ന് പറയുന്നത് ഡ്രഗ്സ്, കെമിക്കൽസ് ആണ്. ഈ ഭൂമിയിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ആവശ്യമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളും, അത് ചെടികളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, എല്ലാവരെയും സ്ലോലി പോയിസൺ ചെയ്യുന്ന ഈ മെഡിക്കൽ സിസ്റ്റത്തിന്റെ ഒരാവശ്യമില്ല. പ്രൊവൈഡഡ് യു നോ ഹൗ ബയോളജി ഈസ് കീപ്പിംഗ് us in the most optimum, most perfect manner. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ ഏജിങ് എന്നതിനെ കുറിച്ച് നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല. വി വിൽ ഡൈ, ബട്ട് മനോഹരമായിട്ട് ബയോളജിക്കലായിട്ട് നിങ്ങൾക്ക് മരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും എൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്നുള്ളത്. അതൊക്കെ സാധിക്കും. ഇങ്ങനെയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതൊക്കെ സാധിക്കും. അതുകൊണ്ട് ഭയപ്പെട്ട് രോഗത്തെക്കുറിച്ചുള്ള ഭയം, എന്ത് സംഭവിക്കുന്നു, കാരണം എല്ലാ രോഗികളെയും നമ്മൾ ചികിത്സിക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് ഭയമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളത് അറിയില്ല. അതെല്ലാ രോഗികളെയും നമ്മൾ ചികിത്സിക്കുമ്പോൾ ദേ ആർ ഇൻജെക്റ്റഡ് വിത്ത് ദിസ് ഫിയർ അബൌട്ട് ദെയർ ഹെൽത്ത്, ഡിസീസ്, എക്സെട്ര. ഒരു രോഗിയോട് പോലും സംസാരിച്ചാൽ ഈ ഭയമില്ലാത്തതായിട്ട് രോഗി ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഏജിങ് എന്ന് പറയുന്നത് ഈ ഫിയർ ആണ് പ്രധാനപ്പെട്ട കാരണം. നമ്മൾ വി ആർ അഫ്രൈഡ് അബൌട്ട് സോ കോൾഡ് ഡിസീസ്, ഡെത്ത്, എക്സെട്ര. ഡെത്തിനെ കുറിച്ച് നമ്മൾ വെൽക്കം ചെയ്യണം.
നമ്മൾ അറിവുള്ള വെച്ച കാലം മുതൽ 5 വയസ്സോ 2 വയസ്സോ 3 വയസ്സിലോ മരണം എന്ന് പറയുന്ന ഒരു സംഭവം നടക്കും. കാരണം ജീവിതകാലങ്ങളൊക്കെ മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെറിയ പ്രായം മുതലേ നമ്മൾ അതിനു വേണ്ടി തയ്യാറായിട്ട് തന്നെ ഇരിക്കണം, യാതൊരു സംശയം വേണ്ട. പക്ഷെ മരണം ജീവിതം പോലെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും, പ്രൊവൈഡഡ് യു ഗെറ്റ് ദിസ് നോളജ്. അപ്പൊ ലോങ്ങർ ആയിട്ടുള്ള ലോങ്ങെവിറ്റി ഓഫ് യുവർ ലൈഫ് ഈസ് പോസിബിൾ വിത്ത് ദി നോളജ് ഓഫ് GSK. അപ്പൊ ഏജിങ് ഈസ് ആക്സലറേറ്റഡ് ബൈ ക്രോണിക് ഫിയർ ആൻഡ് മെഡിക്കൽ ട്രോമ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഇന്നൊരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ 80 പേരും കൊളസ്ട്രോളിനും ഡയബറ്റീസിനും പ്രഷറിനും ഒക്കെ മരുന്ന് കഴിക്കുകയാണ്. 15 വർഷം 18 വർഷം 37 വർഷം ഒക്കെ മരുന്ന് കഴിക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ 22 ഗുളിക കഴിക്കുന്നവരെ വരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. 22 ഗുളിക ഒരു ദിവസം. ഇതൊക്കെയാണ് ഇന്ന് സംഭവിക്കുന്നത്. അപ്പൊ ചുറ്റുവട്ടത്ത് ഈ മരുന്ന് കഴിച്ചാലേ ജീവിക്കത്തുള്ളൂ എന്നുള്ള റോങ് ആയിട്ടുള്ള ഐഡിയ നമ്മുടെ മനസ്സിൽ കയറ്റിയിരിക്കുകയാണ്. എല്ലാവരും ഇതിന് അടിമകളായിട്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് പിന്നെ ജീവിക്കുക? അപ്പൊ മൂപ്പത്താത്ത മരണങ്ങൾ ഉണ്ടാകുന്നതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ. അപ്പൊ അൺനെസറി മെഡിക്കേഷൻസും അൺനെസറി സർജറീസും നിങ്ങൾക്ക് GNM എന്ന് പറയുന്ന അല്ലെങ്കിൽ GSK എന്ന് പറയുന്നതിന്റെ അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് അത് സാധിക്കുന്നത്? നിങ്ങൾക്ക് കുഞ്ഞി പ്രായത്തിലെ തന്നെ ഒരു കൊച്ചിന്റെ പനിയെ കുറിച്ച് അമ്മ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾ പേടിച്ചിട്ടാണോ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടിയത്? നിങ്ങളൊന്നും ചെയ്തില്ല. എല്ലാ ചെറുപ്പക്കാരും ചെയ്യുന്നതൊക്കെ നിങ്ങൾ ചെയ്തുള്ളൂ. നിങ്ങൾക്കൊരു കുഞ്ഞിനെ 10 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടി. പിന്നെ എൻ്റെ കുഞ്ഞായി, എൻ്റെ കുഞ്ഞ് ഒന്നുമല്ല, നിങ്ങളുടെ കുഞ്ഞൊന്നുമല്ല. ദൈവം, ബയോളജി, പ്രകൃതി മാതാവ് നിങ്ങൾക്ക് തന്നതാണ്, നിങ്ങളെ ഏൽപ്പിച്ചതാണ്. അപ്പൊ എൻ്റെ കുഞ്ഞ് എന്ന് പറയുന്ന കൊച്ചിനെ ഇങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് പോയിട്ട് തൊട്ടോണ്ടിരിക്കുകയാണ്. 98 കഴിഞ്ഞ് ടെമ്പറേച്ചർ 99 ആയ അമ്മയുടെ പേടിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് GNM പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അമ്മയുടെ ഭയം എന്ന് പറയുന്ന ഒരു ഒറ്റ കാരണം കൊണ്ടാണ് കുഞ്ഞിന്റെ പനി മാറാത്തത്. നീണ്ടുപോകുന്നു. അല്ലെങ്കിൽ 24 മണിക്കൂർ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ചെറിയ നിസ്സാരമായ ഒരു പ്രശ്നം ഇന്നലെ സ്കൂളിലുണ്ടായി, വഴിക്കുണ്ടായി, കുട്ടികളുമായിട്ടുണ്ടായി. അത് ഇതാ സംഭവം പറഞ്ഞാൽ അന്നേരം തീരാനുള്ളതേ ഉള്ളൂ. പനിയെ കുറിച്ച് പേടിക്കേണ്ട, ഒരു പാരസെറ്റമോളും കൊടുക്കണ്ട, ഒരു ബ്രയോണിയ ബെൽറോണ ഒന്നും കൊടുക്കണ്ട. ആ കുഞ്ഞിനോട് പറഞ്ഞാൽ മതി, ആ കുഞ്ഞിനെ നിങ്ങൾ ബോധ്യപ്പെട്ടാൽ മതി. അമ്മ പേടിക്കാതിരിക്കണം. അപ്പൊ അമ്മ പേടിക്കാതിരിക്കണമെങ്കിൽ ഈ അറിവുണ്ടായിരിക്കും. അപ്പോ കോൺഫ്ലിക്ട്സ് ഉണ്ടാകും. ജീവിതം അതാണ്. ജീവിതം എപ്പോഴും മൊബൈലാണ്, ചേഞ്ചബിൾ ആണ്. അതുകൊണ്ട് ഈ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുമ്പോൾ then and there we should be able to resolve it, then we can live longer as God designed. ഇപ്പോൾ സെൽഫ് അവയർനെസ്, എന്തുകൊണ്ടാണ് എനിക്കിതുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കോൺഫ്ലിക്ട്സ് എങ്ങനെ നമ്മളെ അറ്റാക്ക് ചെയ്തു അല്ലെങ്കിൽ നമ്മളെ ബാധിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും സോ കോൾഡ് ഡിസീസസ് and so-called biological shocks also we can prevent, and thereby we can keep a longer and healthier life. അപ്പൊ നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ ആയിട്ടുള്ള റിയാക്ഷൻസിനെ നമ്മൾ വിശ്വാസത്തിലെടുക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് അതിനോടൊപ്പം നമ്മുടെ സൈക്കി എന്ന് പറയുന്ന മനസ്സും ഒക്കെ നമ്മൾ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വൈറ്റാലിറ്റിയോടുകൂടി, കൂടുതൽ എനർജിയോടുകൂടി, കൂടുതൽ കാലം ഭംഗിയായിട്ട് ജീവിക്കാം. ഒരു മരുന്നും കഴിക്കാതെ ജീവിക്കാനായിട്ട് സാധിക്കും. ഒരു ആശുപത്രിയും പോകണ്ട, ഒരു ലാബറട്ടറിയിലും പോകണ്ട. നിങ്ങളുടെ ഷുഗർ എത്രയാണെന്ന് വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം എന്നാണ് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നത്. അയ്യോ വയസ്സായില്ലേ, അങ്ങനെയൊന്നുമില്ലെന്നേ. ഞാൻ കുറേയേറെ വർഷം, 10-20 വർഷമായിട്ട് എൻ്റെ ഷുഗർ എത്രയാ, പ്രഷർ എത്രയാ, കൊളസ്ട്രോൾ എത്രയാ, PSA എത്രയാ, അൽബുമിൻ, ഇതൊന്നും ഞാൻ നോക്കാറില്ല. അഹങ്കാരത്തോടു കൂടി, അഭിമാനത്തോടു കൂടി ഞാൻ പറയുവാണ്. ബിക്കോസ് ഐ നോ വാട്ട് ഈസ് ദാറ്റ്. But longevity of life, to live and die as per the divine design, and that is possible by knowing GSK. എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും മരുന്നുകൾ കഴിച്ചിട്ട് അതിന് അടിമയായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ വേണ്ട അറിവ് നേടിയാൽ മതി. ഇനി എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ഹെൽത്തിയർ ആയിട്ട് കൂടുതൽ നന്നായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും GSK പഠിക്കുവാണെങ്കിൽ? only you understand the symptoms. അപ്പോൾ നിങ്ങളുടെ ഭയം നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദിസ്, ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദിസ്. അപ്പോൾ പിന്നെ നിങ്ങൾ ഭയപ്പെടുന്നു. അപ്പോൾ ഭയം എന്ന് പറയുന്ന സംഗതിയില്ല. അപ്പോൾ അഥവാ ഒരു പനി വന്നു, ഒരു ജലദോഷം വന്നു, ഒരു വയറിളക്കം വന്നു, അല്ലെങ്കിൽ ഒരു സിംറ്റത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ വന്നു, യു ക്യാൻ ഹീൽ ഇറ്റ് ഏർലിയർ, ഈസിയർ ആയിട്ട് നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അപ്പം കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ടെക്നിക്സ് നിങ്ങൾക്ക് മനസ്സിലാകണം. There are so many techniques whereby YouTubers or bloggers are using this social media platform to advise how to resolve. Some are advising meditation, some are advising pranic healing, psychotherapy, counseling, hypnotism. There are innumerable number of modalities are there, and all are adopting. Some are believers of that.
എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അത് ആ രീതിയിൽ പോപ്പുലറൈസ് ചെയ്യാനുള്ള ടെക്നിക്കാലിറ്റീസ് ഉണ്ട്. ദാറ്റ് ഈസ് ഓൾ അപ് ടു യു. ബട്ട് the best method is understanding the causation of this conflict, and GHK or Dr. Hammer advises GNM therapy, and GHK therapy is all about awareness. നമ്മൾ എന്തുകൊണ്ട് എനിക്ക് രോഗം ഉണ്ടായി എന്നുള്ള അറിയുന്നതിലാണ് ഒന്ന്. രണ്ടാമത് സൈക്കിക് റെസൊല്യൂഷൻ എന്നാണ് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, തേർഡ് എന്നല്ല ഞാൻ പറയുന്നത്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇറ്റ് ഈസ് സ്പിരിച്വൽ റെസൊല്യൂഷൻ. ഈ സ്പിരിച്വൽ റെസൊല്യൂഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഡോക്ടർ ഹാമർ മാത്രമാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. There are so many other modalities whereby we know that a psychosomatic disease-നെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ നമുക്കുണ്ട്. പക്ഷേ എക്സാക്ട്ലി ദിസ് പർട്ടിക്കുലർ ടിഷ്യൂ, ദിസ് സ്പെസിഫിക് ടിഷ്യൂ ഈസ് ബിക്കമിങ് സോ കോൾഡ് സിക്ക് ബിക്കോസ് ഓഫ് ദിസ് പർട്ടിക്കുലർ കോൺഫ്ലിക്റ്റ് എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിഡിക്റ്റീവ് മെഡിസിൻ ആണ് GHK. Therefore, ഈ സൈക്കിക് റെസൊല്യൂഷനും സ്പിരിച്വൽ റെസൊല്യൂഷനും നന്നായിട്ട് അറിയുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് ലോങ്ങർ ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന് ഫിയർ ഓഫ് ഡയഗ്നോസിസ് ആണ്. നമ്മൾ രോഗം അവർ പറഞ്ഞ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അവർക്ക് ക്യാൻസറിന് ഡിഫറെന്റ് സ്റ്റേജസ് ഡയഗ്നോസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്. ബിറായ്ഡ്, അങ്ങനെ പല 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 മാർക്കേഴ്സ് ഉണ്ട്, ക്യാൻസർ മാർക്കേഴ്സ്. ഇത് നമ്പർ 1, 2, 3, 4, 5, 6 സ്റ്റേജസ് അങ്ങോട്ട് തരുമ്പോൾ ഞങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് ആണ്. That is where the marketing or the business starts. നിങ്ങളുടെ ഏത് ശരീരഭാഗത്തിലൊരു എന്താ പറയണ്ടേ പെറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും ദി റേഡിയോ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അപ്ടേക്ക് ചെയ്യുന്നത് ദിസ് ഹാസ് ഗോട്ട് ആൻ ഇൻടേക്ക് ഓർ അപ്ടേക്ക്. ഇത് കണ്ടു കഴിയുമ്പോൾ യു ആർ ഇൻ ദി പ്രോസസ് ഓഫ് ക്യാൻസർ. There starts the frightening business. അപ്പൊ അതിന് വിധേയരാകാതിരിക്കാൻ നിങ്ങളുടെ ശരീരമല്ല നിങ്ങൾ പരിശോധിക്കേണ്ടത്. അത് വളരെ വിദഗ്ധമായിട്ട് അവർ പരിശോധിച്ച് തരും. ശരീരമല്ല, നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. ആ മനസ്സ് നിങ്ങളുടെ മാത്രം ഡൊമൈനാണ്, നിങ്ങളുടെ മാത്രം, ഞാൻ പറയുന്നത് പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയും. ഇതിന്റെ ഉടമസ്ഥൻ ഞാനാണ്. എൻ്റെ കൂടെ കിടക്കുന്ന ഭാര്യ പോലും അല്ല. എൻ്റെ ഭാര്യയ്ക്ക് അറിയത്തില്ല എൻ്റെ മനസ്സ്. അപ്പൊ എൻ്റെ മനസ്സിനെ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ഡൊമൈനിന്റെ കംപ്ലീറ്റ് ഡോമിനേഷൻ എൻ്റെ കയ്യിലാണെങ്കിൽ ഞാനാണ് അതിന്റെ സോൾ അതോറിറ്റി, സോൾ കിങ്, അല്ല എന്താ പറയുക റൂളർ എന്ന് നമ്മൾ വിശ്വസിച്ച് ആ മനസ്സിനെ ശാന്തമായിട്ടും സ്വസ്ഥമായിട്ടും ഒക്കെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ലൈഫ് എന്ന് വിശ്വസിക്കുന്നു. അതിന് ഏറ്റവും സഹായകമായിട്ടുള്ള ഒരു ടൂളാണ് GNM എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അയ്യോ ഇത് ഡെങ്കു ആണോ എന്ന് പരിശോധിച്ചു എന്ന് അയ്യോ ഡോക്ടർ പറഞ്ഞത് ഡെങ്കു ആണ്. പിന്നെ ഡെങ്കുവിന്റെ പേടികളാണ്. ഡെങ്കു ക്യാൻ കിൽസ് ആണ്. പിന്നെ ക്യാൻസർ കണ്ടുപിടിച്ചു, പിന്നെ ക്യാൻസർ രോഗിയായിട്ട് അങ്ങ് നടക്കുകയാണ്. ഇൻ മജോറിറ്റി ഓഫ് ദി കേസസ് ഇനീഷ്യൽ സ്റ്റേജിൽ വിത്തൗട്ട് എനി ആംപ്യൂട്ടേഷൻ, എനി സർജറി, എനി കീമോതെറാപ്പി, എനി റേഡിയേഷൻ, ഒരു ക്യാൻസർ കേസ് ഇനീഷ്യൽ സ്റ്റേജിൽ കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി കംപ്ലീറ്റ്ലി ബി നോർമലൈസ്ഡ് ബൈ, അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ക്യാൻസറിനെ കുറിച്ച് മാത്രം ക്ലാസ് എടുത്തിരുന്നു ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ. അപ്പൊ ക്യാൻസർ എന്ന് പറയുന്ന ഒരു ത്രെറ്റാണ്, ഒരു ഭയപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ it has got nothing more, nothing new, nothing additional to all other diseases once you understand GNM. അപ്പോൾ you can avoid, by this knowledge you can avoid getting the iatrogenic harm. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ for unnecessary test, unnecessary surgery, unnecessary treatment, you can be free if provided you know the reason of your this so-called pathology. We don't call pathology in GNM. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് എല്ലാ രോഗങ്ങളും ആദ്യകാലത്ത് വരുന്നത് മുതൽ നമുക്ക് അതെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ രോഗം തുടങ്ങുന്നത് ICU നിന്ന് തന്നെയാണ്. അതിന് NICU എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്, നിയോനേറ്റൽ കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആശുപത്രിയുടെ ഒരു എസെൻഷ്യലാണ്. ആദ്യമേ തന്നെ അങ്ങോട്ടേക്ക് വിടും. എന്താ കാരണം? അതിനൊരു ഹീമോഗ്ലോബിൻ കുറവായിരുന്നു, അല്ലെങ്കിൽ ഷുഗർ ലെവൽ, ഗ്ലൂക്കോസ് ലെവൽ കുറവായിരുന്നു, ഉടനെ NICUയിലേക്ക്. അപ്പൊ അതിന്റെ അഡീഷണൽ ചാർജ് എല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്. Why somebody should know why glucose has gone down, why hemoglobin is down, that is transferred because 18 വയസ്സ് വരെ ഒരു കുഞ്ഞിന്റെ ശരീരം, ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന, മനസ്സിലുണ്ടാകുന്ന ചേഞ്ചസ് എല്ലാം അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ദി മദർ ആണെന്ന് ഡോക്ടർ ഹാമർ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 18 വയസ്സ് വരെയുള്ള എല്ലാ സോ കോൾഡ് കൺജനൈറ്റൽ ഡിസീസ്, ന്യൂ ബർത്ത് അല്ലെങ്കിൽ ന്യൂ ബോൺ ബേബീസിലുണ്ടാകുന്ന എല്ലാ സോ കോൾഡ് ജെനറ്റിക്സ്, കാരണം ഇതൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞതാണ്, ജെനറ്റിക് ഡിസീസസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറൈസേഷൻ ഇല്ല. ഇതെല്ലാം തട്ടിപ്പിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ കാർസിനോജനിക് തിയറി
ഇൻഫെക്ഷൻ തിയറി, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ഇമ്മ്യൂൺ സിസ്റ്റം തിയറി, ഇങ്ങനെ അനേകമായിട്ടുള്ള ഹൈപ്പോത്തസിസ് ആർ ദർ വിച്ച് ഡിസ്പ്രൂവ്ഡ് ബൈ ഡോക്ടർ ഹാമർ, ആൻഡ് ദെൻ യു ക്യാൻ ബി ഫ്രീ ഫ്രം ദി ഫിയർ ഓഫ് ഡിസീസസ്. ഫ്രീഡം ഫ്രോം ദി ഫിയർ ഓഫ് ഡിസീസ് ആണ് ഡോക്ടർ ഹാമർ ഈ ലോകത്തിന് പ്രൊവൈഡ് ചെയ്തത്. all of you to learn this knowledge so that you can also be free. Next is living naturally. എങ്ങനെയാണ് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കേണ്ടത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ആകാശത്തിലെ പക്ഷികളെ പോലെ അവർ ഇണ ചേരുന്നുണ്ട്, അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവർ വെള്ളം കുടിക്കുന്നുണ്ട്, മൂത്രം വിസർജിക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട്. ഇത്രയും കാര്യമേ ബയോളജിക്കലായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ അതിനുള്ള വേരിയേഷൻ, എനിക്ക് ഇന്ന് വിശപ്പില്ല, അപ്പൊ എന്തായിരിക്കും കാരണം? നിങ്ങൾ മനസ്സിലാക്കണത് സൈക്കിക് ആണ്. നിങ്ങളുടെ സ്റ്റൊമക്കിനൊരു കുഴപ്പമില്ല, ഫുഡിനൊരു കുഴപ്പമില്ല. ദ റെഗുലർ ഫുഡ് യു ആർ ടേക്കിംഗ് ഫോർ ഇയേഴ്സ്, ടുഡേ യു ആർ ഓൾസോ ടേക്കിംഗ് ദ സെയിം തിങ്, ബട്ട് യു ഡിഡ്ന്റ് ഫീൽ അപ്പിറ്റൈറ്റ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഒരു ദിവസം വേണേൽ ഫാസ്റ്റ് ചെയ്തോ, ഇന്ന് ഞാൻ കഴിക്കുന്നില്ല കാരണം എനിക്ക് തോന്നിയതാണ്. അത് ബോഡി ലെവൽ മാനേജ്മെന്റ് ആണ്. ബട്ട് ഗോ ടു ദി സൈക്കി ആൻഡ് അണ്ടർസ്റ്റാൻഡ്, ഓ ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് കോൺഫ്ലിക്ട് ദാറ്റ് ഐ ലോസ്റ്റ് മൈ അപ്പറ്റൈറ്റ്, I lost my money, I lost my fame, I lost my good image, so social image, social position. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ you can very well manage your own system in the most beautiful manner. അപ്പൊ നാച്ചുറൽ ലിവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് റെസ്പെക്ടിങ് ദി ബയോളജിക്കൽ നീഡ്സ്. എന്താണ് നീഡ്സ്? ഫുഡ്, റെസ്റ്റ്, സ്ലീപ്പ്, പ്രൊക്രിയേഷൻ അല്ലെങ്കിൽ മേറ്റിംഗ്, അങ്ങനെ പ്രൊക്രിയേഷൻ, ജനറേഷൻ, ഇതൊക്കെയാണ് ബയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഒരു എനിമി തിങ്കിങ് ടുവേർഡ് മൈക്രോബ്സ്, ഫീവർ, പെയിൻ, സിംറ്റംസ്, അത് നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. ദേ ആർ ഓൾ അവർ ഫ്രണ്ട്സ്. എല്ലാ സിംറ്റത്തിനെയും നമ്മൾ സ്വാഗതം ചെയ്യുക. തലവേദന, ഓ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ്. ത്രോട്ട് പെയിൻ, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ്. ഇന്ന് എനിക്കൊരു 22 വർഷമായിട്ട് ചുമക്കുന്ന ഒരു രോഗിയെ കിട്ടി. ഇന്ന് ഓൺലൈനായിരുന്നു, അയാള് ഈറോഡിൽ നിന്നാണ്. 22 വർഷമായിട്ടുള്ളൂ. As a doctor, I can very easily tell what is the problem. Right side throat is all about a morsel which he is not able to get it. Left side is one morsel he was forced to accept against his wish. GNM പഠിച്ചവർക്ക് അറിയാം അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്. ഞാൻ പറഞ്ഞ ഉദാഹരണം സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ all on a sudden, immediately at that spot, we can take away from him without giving any medicine. 22 years long ആയിട്ടുള്ള ക്രോണിക് എന്ന് പറയുന്ന കഫിനെ നമുക്ക് ഇല്ലാതെയാക്കാനായിട്ട് സാധിക്കും. It is not bronchial cough. Bronchitis is different and pharyngitis is different. This is called barking cough in GNM. Barking cough. ചന്ദ്രമാമയെ നോക്കിക്കൊണ്ട് അതിനെ മോഹിച്ചുകൊണ്ട് കുരയ്ക്കുന്ന പട്ടിയെ പോലെ, അതിനാണ് ബാർക്കിംഗ് എന്ന് പറയുന്നത്. അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുവാണ്. അമ്പിളിമാമനെ കിട്ടണം, കിട്ടുമോ? കിട്ടത്തില്ല. അപ്പൊ അത് കുരച്ചുകൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ കിട്ടാൻ താല്പര്യമില്ലാത്തതിനെ, അല്ല കിട്ടാൻ സാധ്യതയില്ലാത്തതിനെ മോഹിക്കുമ്പോഴാണ് അതുകൊണ്ടാണ്. ബിക്കോസ് ഹി ഹാഡ് എ വെരി ബാഡ് ചൈൽഡ്ഹുഡ്. ഹിസ് ഫാദർ വാസ് എ വെരി ഡോമിനേറ്റിംഗ് പേഴ്സൺ. ആ ഫാദറിന്റെ ഓവർ ഡോമിനേഷൻ മൂലമാണ് ആ ചെറിയ പ്രായം മുതലേ ഇത്രയും വർഷം അയാൾ ചുമച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ I could do it only because of GNM knowledge. So you can also do that. So respect the biological needs of an individual. That will lead you to natural living. Remove the enemy thinking, thinking that enemy, fever is an enemy, infection is an enemy, bacteria is an enemy, fever is an enemy. Therefore, fever has to be brought down to 98.6 normal. No. Let it work. So how to raise GHK awareness in children? വളരെ എളുപ്പമാണ്. കുഞ്ഞിലേ മുതലേ പറഞ്ഞു കൊടുക്കേണ്ടത് GHK ആണ് ഒരു വീട്ടിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ അവരുടെ ഭക്ഷണത്തിലും അവരുടെ അത് ഡൈജഷനിലും ഒക്കെ അതിന് ആ റിതം ഉണ്ടാവും, ഒരു ബയോളജിക്കൽ റിതം ഉണ്ടാവും. So that is possible. And surround yourself with the supportive social and emotional environments. നിങ്ങളുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള എൻവയൺമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. എനിമിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് നമുക്ക് സഹായിക്കും. ബിക്കോസ് ദാറ്റ് പർട്ടിക്കുലർ ക്യാൻ ഇവന്റ് ഓർ ടോക്കിംഗ് ഓർ പേഴ്സൺ ക്യാൻ ബി ടോക്സിക് ടു മീ. അതുകൊണ്ട് അയാളെ ഒഴിവാക്കാൻ പറ്റും, ആ സാഹചര്യം ഒഴിവാക്കാൻ പറ്റും. വേണ്ടാത്ത ചിന്തകളും വേണ്ടാത്ത അറിവുകളും വേണ്ടാത്ത ന്യൂസും സോഷ്യൽ മീഡിയ ഇൻപുട്സും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ മൈൻഡ് സെറ്റ് ഷിഫ്റ്റിംഗ് ആണ്. ഇറ്റ്സ് എ ഷിഫ്റ്റ്, ടോട്ടൽ ഷിഫ്റ്റ് ഇൻ ദി പാരഡൈം. മൈൻഡ് സെറ്റിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ ജീവിതം മനോഹരമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്,
GHK എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കണം. ഇതൊരു ട്രീറ്റ്മെന്റ് മെത്തഡോളജി, അല്ലെങ്കിൽ ഒരു മെഡിസിൻ കൊടുത്തിട്ട് രോഗത്തെ ഇല്ലാതെയാക്കുക, അങ്ങനെയൊന്നുമില്ലെന്നേ. രോഗം എന്ന് പറയുന്നതിനെ ആസ്വദിച്ച് രോഗം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതാണ് GHK. അല്ലാതെ രോഗത്തോട് നമുക്ക് എന്തെങ്കിലും ഒരു എനിമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹാംഫുൾ ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ ഉള്ളതല്ല GNM എന്ന് പറയുന്നത്. അപ്പോൾ ലിവിങ് ലോങ്ങർ മീൻസ് മിനിമം ആയിട്ടുള്ള ഷോക്ക് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതിനനുസരിച്ചിട്ടുള്ള ജീവിതത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഹെൽത്തിയർ ആയിട്ട്, മോസ്റ്റ് ലോങ്ങർ ആയിട്ട്, വളരെ ഈസി ആയിട്ട്, നാച്ചുറൽ ആയിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് എൻ്റെ അനുഭവമാണ്. അതിന് യാതൊരു പ്രയാസവും ഇല്ല. ലിവിങ് നാച്ചുറലി മീൻസ് അലൈനിങ് വിത്ത് അവർ നേച്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രകൃതിയുടെ രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ട. അപ്പോൾ എൻ്റെ ബോഡിയിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ അതിൻ്റെ സ്വഭാവം, രീതി, എങ്ങനെ അത് റിസോൾവ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏത് രീതിയിൽ നമുക്ക് എന്നെ റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അത് എന്നുള്ള ശരിയായിട്ടുള്ള അറിവ് വേണം. അങ്ങനെ ആ അറിവ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് കേസുകൾ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ പറയുന്നത് നമ്മുടെ ബോഡിയെ കുറിച്ചുള്ള അറിവ് മാത്രമല്ല GNM എന്ന് പറയുന്നത്. നമ്മുടെ മൈൻഡിന്റെ സെറ്റപ്പ്, അതായത് നമ്മൾ മെന്റൽ ഡിസീസ് എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റും, നമ്മുടെ മൂഡ് ഡിസോർഡേഴ്സ് എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റും, ക്യാരക്ടർ അല്ലെ ബിഹേവിയർ ഓഫ് എ പേഴ്സൺ എന്തുകൊണ്ടുണ്ടാവുന്നു എന്നുള്ളത് പറയാൻ പറ്റും. ഇന്നലെ ഒരു 24 വയസ്സുള്ള ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നത്, ഷീ സസ്പെക്ടിങ് ദാറ്റ് ആം ഐ എ ഹോമോസെക്ഷൽ. എനിക്ക് ഹോമോസെക്ഷുവാലിറ്റിയോട് ഒരു താല്പര്യമുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു ഡോക്ടറെ. ഈ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ സൈക്യാട്രിസ്റ്റിനെ പോയി കണ്ടിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. എൻ്റെ ചികിത്സയിലുണ്ടായിരുന്ന കുട്ടി തന്നെയാണ്. പക്ഷെ എന്താണ് സംഭവം എന്നോട് ഇതുവരെയും പറയാത്ത ഒരു രഹസ്യം ഇന്നലെ ചോദിച്ചു മേടിച്ചു പറഞ്ഞു. എന്താണ് കാരണം? ഹോമോസെക്ഷുവാലിറ്റി ഇൻ എ ഫീമെയിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. There has to be a sexual conflict, and in addition to that, and there should be another conflict also, that is called രണ്ട് കോൺഫ്ലിക്റ്റ് ഒരുമിച്ച് വരുമ്പോഴാണ് ഈ കോൺസ്റ്റലേഷൻ വരുന്നത്. കോൺസ്റ്റലേഷന്റെ ഹെഡിങ്ങിലാണ് മുഴുവൻ മാനസിക രോഗങ്ങളെയും പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന മെന്റൽ ഡിസീസസ് വരും, ബിഹേവിയറൽ ഡിസോർഡർ, മൂഡ് സ്വിങ്സ് എന്ന് പറയില്ലേ, മൂഡ് ചേഞ്ചിങ് എല്ലാം വരും. നേരത്തെ പറഞ്ഞതിൻ്റെ അകത്ത് സെക്ഷുവൽ കോൺഫ്ലിക്ട് പ്ലസ് എൻ അഡൾട്ട്, അതായത് നമ്മൾ ഇമ്മെച്യൂരിറ്റി എന്ന് പറയും, അല്ലെ മെച്യൂരിറ്റി അറസ്റ്റ്. സോ സച്ച് പേഴ്സൺസ്, അവളുടെ കേസിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഐ വിൽ റിവീൽ വിതൗട്ട് ടെല്ലിംഗ് ഹെർ നെയിം ആൻഡ് ഓൾ. When she was in the 4th or 5th standard, she does not remember exactly, she was playing with the genitalia of another girl and she was alternatively doing the same with. That means it was a pleasure giving experience for her. She continued for few months, but at the age of 24 she is having the conflict whether I am having a tendency. ഇത് അവള് കോളേജിൽ പഠിച്ചപ്പോൾ വീട്ടിൽ നിന്ന് പോകുമായിരുന്നു. അന്ന് അവൾ മനസ്സിലാക്കിയിരുന്നത്. മനസ്സിലായത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് ഒരു ഹോസ്റ്റലിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ലേഡീസ് ഹോസ്റ്റലാണ്. ലേഡീസ് ഹോസ്റ്റലിൽ there is no rule that somebody should be very modest about their dressing and all. So her roommate was changing. അവളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ she happened to see her naked. അപ്പോൾ ഇത് അബ്നോർമൽ ആയിട്ട് വല്ലതും ഉണ്ടോ? ബട്ട് because she had that conflict unresolved, which happened at the age of 9 or 10, which was in addition to which she got another conflict, and that is because of this sexual conflict. All this affected because she was having a maturity arrest. So maturity arrest along with the sexual conflict are a reason for homosexuality. ഇത് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ വെരിഫൈ ചെയ്യാൻ പറ്റും. There is nothing beyond verification. ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യവും GNM ഇല്ല. There is no hypothesis. But in the alternative, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് എന്ന് നമ്മളെ വിളിക്കുന്നത്, പക്ഷെ ഞാൻ പറയുന്ന കൺവെൻഷണൽ മെഡിസിൻ ആണ് റിയലി ഓൾട്ടർനേറ്റീവ്. അതിൻ്റെ അകത്ത് 500 or 5,000 I have read somewhere hypotheses are there, and every day there comes up a new syndrome, Parkinson syndrome or
Alzheimer's syndrome. So all diseases are coming because some fellow somewhere in the world could detect some 2 or 3 symptoms coming simultaneously or together. Then they will call after his name a particular syndrome. That is how every day this medical world is flooded with a different diagnosis of different what you call syndromes. അങ്ങനെ ഈ ലോകത്തില് ഒരു ഭയപ്പെടുത്തലിന്റെ മെഡിക്കൽ സയൻസ് ആണ് ഇന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു ബദലായിട്ട് നിർദ്ദേശിക്കാനുള്ളത് GNM plus ഹോമിയോപ്പതിയാണ്. വൈ ഹോമിയോപ്പതി? ബിക്കോസ് ഇൻ മെനി ഓഫ് ദി കണ്ടീഷൻസ് ആഫ്റ്റർ എ കൺസൾട്ടേഷൻ വി അഡ്വൈസ് ദി പേഷ്യന്റ് ഓർ വി ഡു കൗൺസിലിംഗ് എന്ന് പറയുന്ന GNM തെറാപ്പി കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ദാറ്റ് മേ നോട്ട് കീപ്പ് അപ്പ്, അല്ലെങ്കിൽ അതിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പലർക്കും സാധിക്കണമെന്നില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ദി മയാസം, ഇൻഡിവിജ്വലൈസേഷൻ, സെൻസിറ്റിവിറ്റി, സസെപ്റ്റബിലിറ്റി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഈ മരുന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ പറയുന്ന വ്യക്തികളെ ടിൽ നെക്സ്റ്റ് വിസിറ്റ്, അതെന്താണ്, ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറയുന്ന ചില കേസ് ഉണ്ടാവും, 1 മാസം കഴിഞ്ഞ്, അല്ലെങ്കിൽ 5 ആഴ്ച കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്, 6 മാസം കഴിഞ്ഞ് വരാൻ. അത്രയും സമയത്ത് വി ക്യാൻ കീപ് ദാറ്റ് ഇൻഡിവിജ്വൽ on our homeopathy medicine, which will take care of the constitution, not that particular pathology, which is so called emotional pathology. Allah, നമ്മൾ കൺസിഡർ ചെയ്യുന്നത് that individualനെയാണ്. So when we empower that individual, he will be able to manage his life most beautifully, longer or lengthier, and most എന്താ പറയാ, naturally and in a healthier manner. So that is GSK's offer for this new world order, which we are going to dictate what is going to be the new order, and not somebody created a new order in this world. No, we are going to create a new world order, that is GNM plus homeopathy, if at all needed. It's not necessary that everybody should have homeopathy. പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, for chronic diseases എന്ന് പറയുന്നതിന്റെ ബിഹൈൻഡ് ആയിട്ടുള്ള കോസേഷൻ എല്ലാം നമുക്ക് മനസ്സിലാവും. Why somebody is prone to a particular disease. Allergy disease is allergic theory is a false theory. അപ്പോൾ അലർജി എന്ന് പറയുന്നത് ഞാൻ ഒരു ദിവസം ക്ലാസ് എടുക്കാം അതിന് വേണ്ടി മാത്രം, ഇത് തട്ടിപ്പാണ്. ഇവിടെ അലർജി എന്ന് പറയുന്ന ഒരു അലർജനും ഇല്ല, അലർജി ഇല്ല, ബാക്കി എല്ലാം പിന്നീട് നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ആണ്. അതൊക്കെ നമുക്ക് വേറൊരു സമയത്ത് വിശദമായിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ ആത്മാവ് കണക്റ്റഡ് വിത്ത് ദി ഹോൾ, നമ്മൾ ജീവാത്മാ പരമാത്മാ എന്ന് പറയാം, ഞങ്ങൾ ക്രിസ്ത്യൻസ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയാം. അപ്പൊ എങ്ങനെയായാലും നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, ബിക്കോസ് ഓൾ അപ് ടു യു, ബിക്കോസ് you are born in a Muslim family, you are born in a Christian family, you are born in a Christian family, or a Hindu family. Therefore our spirituality is already formed. You can decide whether it is useful or it is good or not. How? If a person is fearful and telling that I'm a very strong believer in God, doctor, I will say you are not a believer in God. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എല്ലാവരും ചോദിക്കും, ഇല്ല ഡോക്ടർ, ഇന്ന് ഞാൻ വിളക്ക് വെച്ചു, ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയി, ഇന്ന് ഞാൻ പള്ളിയിൽ പോയി. നോ, യു ആർ നോട്ട് എ ബിലീവർ ഇൻ ഗോഡ്. ബിലീവർ ഇൻ ഗോഡ് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ യു ഡിഡ് നോട്ട് സെലക്ട് യുവർ ഫാദർ, യു ഡിഡ് നോട്ട് സെലക്ട് യുവർ മദർ, ബട്ട് യു ആർ ബോൺ. യുവർ നെയിം ഈസ് നോട്ട് യുവർ ഓൺ. യു ഡിഡ് നോട്ട് സെലക്ട് യുവർ ഫാദർ, യു ഡിഡ് നോട്ട് സെലക്ട് യുവർ മദർ. And if you believe that I could find my partner, there you are wrong. Or I could procreate a child. No, you couldn't do anything. You just slept with your partner, that's all. But you got pregnant and you got a child 10 months after. It is not your child, it is God's child. But you are entrusted with that child to take care of that child. Love, with the love, adrishyam, invisible ആയിട്ടുള്ള ഫീലിങ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇൻഹെറന്റ് ആയിട്ടുള്ള ഫീലിങ്സ്, മദർലി ഫീലിങ്സ് തന്നത് ദൈവമാണ്. അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മനോഹരമായിക്കൊണ്ട്. സ്പിരിച്വാലിറ്റി ഇല്ലാത്ത ഒരു ജീവിതം പ്രയാസമാണ്. ഭയം എന്ന് പറയുന്നത് നിങ്ങൾക്കുണ്ട്, എന്നിട്ട് നിങ്ങൾ പറയുവാണ് ഞാൻ വലിയത് സ്പിരിച്വൽ ആണെന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് എ ബിലീവർ ഇൻ God who sustained you till today and who is sure to manage my life till my end എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നത്? എന്തിനാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് കുറ്റബോധം കൊണ്ട് നടക്കുന്നത്? No, there is no meaning in crying over the spilt milk. There is no meaning in crossing the bridge before you come to it. ഇതൊക്കെ സായിപ്പന്മാർ പറഞ്ഞിട്ടുള്ള കഥകളാണ്. അങ്ങനെ ജീവിതത്തെ വേറൊരു ആംഗിളിൽ കാണാൻ, GSKയുടെ ഫ്രെയിംവർക്കിൽ കാണാനായിട്ട് ഉള്ള ആഹ്വാനത്തോടുകൂടി ഞാൻ ഇനി അവശേഷിച്ചുള്ള സമയമുണ്ടെങ്കിൽ
അത് ചർച്ചയ്ക്ക് വേണ്ടി വെക്കുന്നു. ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം. ഐ എം ഹിയർ ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻസ് wherever possible. താങ്ക് യു. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ ആരും ചോദിക്കുന്നില്ലെങ്കിൽ രണ്ടർത്ഥം ഉണ്ട്. ഒന്നെങ്കിൽ എല്ലാവർക്കും മനസ്സിലായി, അല്ലെങ്കിൽ ഒന്നും മനസ്സിലായില്ല. സാറേ, നമ്മൾക്ക് ഒരു ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് വരുന്നതിന്റെ റീസൺ സാറ്. അപ്പൊ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യത്തിനെ കുറിച്ചാണ് ഡോക്ടർ അനിത ചോദിച്ചിരിക്കുന്നത്. ഗ്യാസ്ട്രിക് പ്രോബ്ലം എന്ന് പറയുന്നത് സ്റ്റൊമക്ക് ആണെങ്കിൽ സ്റ്റൊമക്ക് 2 ടിഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റൊമക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ഷോർട്ടർ കർവേച്ചറും ഗ്രേറ്റർ കർവേച്ചറും. ഷോർട്ടർ കർവേച്ചർ എക്ടോഡേം കൺട്രോൾഡ്. ഔട്ടർ കർവേച്ചർ എന്ന് പറയുന്നത് ബിഗർ കർവേച്ചർ എന്ന് പറയുന്നത് എൻഡോഡേം ഡെറിവേറ്റീവ്സ് ആണ്. അവിടെ മോർസൽ കോൺഫ്ലിക്ട്സ് ആണ്. ഐ ക്യാൻ നോട്ട് ഡൈജസ്റ്റ്. എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല. എന്താ അവൻ പറഞ്ഞത്, എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ദാറ്റ് മലയാളത്തിൽ പറഞ്ഞാൽ എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എനിക്ക് ദഹിക്കുന്നില്ല എന്ന് പറയുന്നതാണ് അർത്ഥം. നമ്പർ 2, ഇവിടെയാണ് ചേഞ്ചസ് വരുന്നതെങ്കിൽ, ഷോർട്ടർ കർവേച്ചർ ആണ് അല്ലെങ്കിൽ ഉണ്ടാകുന്നതെങ്കിൽ, ഇറ്റ് ഈസ് ഓൾ കോൾഡ് ആങ്കർ, ടെറിട്ടോറിയൽ ആങ്കർ. ഈ 2 രീതിയിലുള്ള കോൺഫ്ലിക്ട്സും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് വരാം. ഇതൊന്നും നമ്മൾ ഗ്യാസ്ട്രിക് അൾസർ പഠിച്ചപ്പോൾ പഠിച്ചിരുന്നില്ല ഡോക്ടർ അനിത. പെയിൻ ആദ്യമേ ഉണ്ട്, അമിലിറേഷൻ ബൈ ഈറ്റിംഗ് ആണെങ്കിൽ അത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെയൊന്നും അല്ല സംഭവം. ഏത് ടിഷ്യൂ ആണ് നിങ്ങൾ എടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ CT സ്കാൻ എടുക്കണം, അല്ലെങ്കിൽ MRI എടുക്കണം, അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യണം, ഗാസ്ട്രോസ്കോപ്പി ചെയ്യണം, ഒരു നിയമവും ഇല്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, യെസ്റ്റർഡേ ഐ ഹാഡ് എ സിവിയർ പ്രോബ്ലം വിത്ത് മൈ what we call office staff, or my husband, my wife, that can cause, or my father who partitioned the property among his children, but he didn't do deal ശരിയായിരുന്നില്ല, എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ that can cause a gastric problem. ഇൻഡൈജസ്റ്റബിൾ മോർസൽ കോൺഫ്ലിക്റ്റ് എന്നാണ് അതിന്റെ കാരണം. അത് ഒത്തിരി പറയാനുണ്ട്. മോർസൽ എന്ന് പറഞ്ഞാൽ പോർഷൻ ഓഫ് മീൽ, ദി ഫുഡ് ദാറ്റ് വി ആർ ടേക്കിംഗ്. ഇൻഡൈജസ്റ്റബിൾ, യു നോ ദി മീനിങ്. മോർസൽ കോൺഫ്ലിക്റ്റ്, ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ദ കോൺഫ്ലിക്റ്റ്. It has got nothing to do with the food that we have eaten. It has got nothing to do with your stomach that is given with. It is okay, it is perfect. What is not perfect, your mind is not perfect. Therefore, you had a conflict. എന്ന് മുതലാണ് നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം എന്ന് പറയുന്നുണ്ടായത്. അപ്പോൾ നിങ്ങൾ ഛർദി ഉണ്ടായി. There is an anger element in it. അതുകൊണ്ടാണ് നിങ്ങൾ ഛർദിച്ചോട്ടെ. ഛർദിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സുഖം ഉണ്ടെങ്കിൽ that conflict is resolved. Or it passed long down leg പോയി, you had a diarrhea, that is all, that is intestine program. Therefore gastric എന്ന് പറഞ്ഞാൽ mouth to anus, ഓരോ ഡിഫറെന്റ് ടിഷ്യൂസിലും all 3 germinal layers എന്നുള്ള ടിഷ്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലിവർ, intestine, ഇതെല്ലാം എൻഡോഡേം ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ ഈ ജെർമിനൽ ലെയർ ഓഫ് ഒറിജിൻ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ബ്രെയിൻ കൺട്രോളിങ് സെന്റർ മനസ്സിലാക്കിയിരിക്കണം. അത് അതിന്റെ ബേസിക് തിയറി മനസ്സിലായാൽ വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞ് പേടിപ്പിക്കുകയൊന്നുമല്ല, അത് വളരെ ഈസിയാണ്. അത് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് GNM മനസ്സിലാകത്തുള്ളൂ, എങ്കിൽ മാത്രമേ നിങ്ങളൊരു ഡോക്ടർ ആകത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതൊന്നും അറിയത്തില്ലാതെ ഞാൻ എനിക്കറിയാം അതിന് കാർബോഹൈഡ്രേറ്റ് കൊടുത്താൽ കുറയും, നെക്സോമിക കൊടുത്ത് കുറയും എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. Sumaya, thank you. This session was enlightening. You shed light upon it. Okay, thank you, Sumaya Alansari. You know, Sumaya is a young doctor who is one of our faculty members. He has started giving wonderful sessions on our platform. And thank you, Sumaya. Any other doubt? Harshida, chodiyo. Unmute ചെയ്തിട്ട് ചോദിച്ചോളൂ. Harshida hand raise ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കൂ. ഡോക്ടറാണോ എനിക്കറിയില്ല. ഹർഷിത, ഞാൻ ചാറ്റ് ബോക്സിൽ ഒന്ന് നോക്കട്ടെ. വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യുന്നതിന് വിരോധമുണ്ടോ? അതെന്താ അറിയാനുള്ളത്? ഓഫാക്കി വെച്ചിരിക്കുന്നത് ഓൺ ചെയ്യണം. ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൺ ആയി. Okay, proceed, Harshida. Okay. Doctor? Okay. Arunmati, yeah. Okay, continue. Malayalam. Malayalam. Tamil. Okay. Okay. Okay.
Recently, I saw a person with the GERD diagnosed. Oh, GERD. GERD means G- gastroesophageal reflux disease. My dear Dr. Harshida, there are innumerable number of diagnoses with these conventional medicine people. They are not simply means what? GERD means what? They say that it is because of the regurgitation or the coming back of the acidity, the hydrochloric that is there in the stomach. The down, the lower part of the esophagus is getting ulcer. No, Yeah. it is not like that. Esophageal ulcer has got different reason. മനസ്സിലായോ? അതിന്റെ അത് lower endoderm derivatives ആണ്, upper part ectoderm derivatives ആണ്. Ectoderm is our territory, and in downward lower 1/3, that is endoderm derivatives. There the muscle conflict is active. Therefore, without knowing all these things, only because GERD, GERD, gastroesophageal reflux disease, these are all nonsensical. Sorry to use that word. Nonsensical thrust upon these innocent, illiterate, poor people. I'm sorry about that. Anything else? പിന്നെ ഒരു കാര്യം, pregnant ladies വരുമ്പോൾ അവർക്ക് ഫീറ്റസിന് പൈലക്ടേസിന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. പൈലക്ടേസിസോ? പെൽവിയൂരേറ്ററൽ ജംഗ്ഷൻ ഡയലറ്റേഷൻ. അപ്പോ അത് നോക്കുമ്പോൾ പേഷ്യന്റിന്റെ മെന്റാലിറ്റി വന്നിട്ട് മിസ്സിംഗ് സംബഡി വെരി ബാഡ്ലി. അത് ഡോക്ടർ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു കോംപ്ലക്സ് ഡിസീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസം ഉണ്ടാകും. ബിക്കോസ് പെൽവിക് അല്ല, അത് ഞാൻ പീഡിയാട്രിഷ്യൻ ആയതുകൊണ്ട് അത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇനി കുറെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നു. അവര് റിസർച്ച് ആയിട്ട് എടുക്കാന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇത് ഡോക്ടറോട് പറയുന്നു, പല മൈൻഡ് നേരിട്ട് വന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. Happy to know that you are a pediatrician and you know ഈ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. വാട്ട് ആർ ദി ടിഷ്യൂസ് അഫക്റ്റഡ്, whether where is that origin, whether that is an endoderm origin, ectoderm derivatives or that is enabling us to find out the exact reason, because in these 4 different categories of tissues the conflict will make different changes. That is what in the second law. Understand? There are 2 different, and that is also in the 3rd law. That is related to the embryological understanding about the disease. Therefore, once we know all these things, it is very easy to understand. Once you have given or done a very detailed investigation as the name of the disease that you suggested, it is very easy. Yeah. So this problem was with the mother during the pregnancy. You understand? Mother during pregnancy, മദറിന് പ്രോബ്ലം ശരിയാകുമ്പോ ഈവൻ ഫീറ്റസ് ഓൾസോ ഗെറ്റ്സ്, ബിക്കോസ് ദിസ് ഫീറ്റസ് ഇസ് സ്റ്റിൽ ഇൻ ദ മദേഴ്സ് വൂംബ്, ഇറ്റ് ഈസ് ഓൾസോ ഗെറ്റിംഗ് കറക്റ്റഡ്. അതുകൊണ്ട് ഇത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഞാൻ കുറെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു. അവരും റിസർച്ചിന് ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷെ they are still practicing how to ask a particular type of questions whom they are missing in the. ഇത് ഞാൻ GNM ൽ നിന്ന് എടുത്തതാണ്. Very good, thank you. You are practicing in Chennai, right? Yeah. Tiruvarur, very good. And you are welcome again to this platform. You do your study. So when you said that you are going to do a research or you are inviting some other persons for this research activity, don't think that they will do favorable for the child, for the mother or for yourself. Okay. They are the people who do not have any faith or respect for the mind of an individual. That's what I wanted to discuss with you, and again reinforce how to do it with the other way, because among 50 people I told only one was ready to accept. And what is the intrauterine period? എത്ര മാസമായി pregnancy? അത് കുറെ പേർക്ക് സെക്കൻഡ് ട്രൈമസ്റ്റർ ആയിരിക്കും. 5th month, 6th month the conflict start acting. It is not in the first trimester. First trimester the patient is conflict activity, but during the 2nd and 3rd trimester its effect will be shown. So when we find some abnormality, so called abnormality, it is because of the conflicts of the mother. The baby has nothing to do with that.
And therefore, Yeah. fix once we are able, we can stop its worsening situation and we can bring it back. And we have to advise mother to be good in health or mental health, and so that he may share with the nature's process of bringing out the child. Okay. Yeah. Okay. Thank you, sir. Nice meeting you here, or at least hearing you, Harshita. Thank you. Okay. There are Good so many, evening, doctor. not so many, but there are other allopathic doctors also in this platform. Send invitations. Lekha, tell me, you have got some. Yes, doctor. I want to clear some doubts about hanging conflict. How to deal with the hanging conflict? So in that case, what is to be done is that you have to find out what exactly is hanging. That is, there is a hanging conflict means one which is constantly accompaniment. In the homeopathy language, if you are saying, yes, this particular event is accompanying this person. I told you, why that he's a doctor, the person whom I referred to in another case, who coughed for 22 years. He's a doctor, veterinarian. He's using allopathy, and he's placed well in a government service in Chennai or in Tamil Nadu. Why? What is his hanging? Because his father is the hanging conflict. Whenever he sees his father, who punished him without any reason, and who did not give him the food when he asked, or the toy he asked, or his food of his likeness, then that very presence of his father is hanging. So, ഇത് ട്രാക്സ് എന്ന് പറയുന്ന GNM-ന്റെ വളരെ പ്രധാനപ്പെട്ട chronicity explain ചെയ്യുന്നതാണ് ട്രാക്സ്. So a particular conflict, or no, sorry, particular program is running on a track. That means whenever the similar situations are around, that individual will be naturally prone to be subjected to that sort of changes. ഞാൻ ഒരു അലർജിയെ കുറിച്ച് പറയാം, അപ്പോൾ ഡോക്ടർ മനസ്സിലാവില്ലേക്കാ. അതായത് ഒരു ലേഡി ഡോക്ടർ, അല്ല സോറി, ഒരു ലേഡി ടീച്ചർ എൻ്റെ അടുത്ത് 6 വർഷമായിട്ട് എനിക്ക് മിൽക്ക് അലർജി ആണെന്ന് പറഞ്ഞു. മനസ്സിലായോ? മിൽക്ക് അലർജിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു 6 വർഷത്തിന് മുമ്പ് എന്താണ് സംഭവിച്ചത്? സോ ദാറ്റ് വാസ് ആൻ ഈവനിങ്, ഗുഡ് ഈവനിങ്, വെൻ വി ഹാഡ് എ ഗെറ്റ് ടുഗദർ. അപ്പൊ എൻ്റെ കോളേജിലുള്ള എല്ലാ ടീച്ചേഴ്സും കൂടെ ഒരു വീട്ടിൽ എന്തോ പാർട്ടിക്ക് ചേരുവാണ്. അപ്പൊ അവിടെ ചെന്നപ്പോൾ എല്ലാവരും കണ്ട എക്സൈറ്റ്മെന്റിന് ഈ ലേഡി ടീച്ചർ ഒരു ചായ കിട്ടി, അത് കുടിച്ചോണ്ടാണ്. ഇന്നത്തെ പോലെ വെൽക്കം ഡ്രിങ്ക് ഒന്നുമില്ല, അന്ന് ചായയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ചായ കുടിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് വർത്താനം പറഞ്ഞുകൊണ്ട് വായിക്കകത്ത് എന്തോ പിടയ്ക്കുന്നത് കണ്ടു, സംതിങ് മൂവിങ് ഇൻ ദി മൗത്ത്. സോ നോക്കിയപ്പോഴത്തെ ഒരു വലിയ ഈച്ചയാണ്. ദാറ്റ് മീൻസ് ദാറ്റ് വാസ് just been fallen into that tea. അതാണ് കുടിച്ചത്. ഉടനെ അവള് തുപ്പി, മാത്രമല്ല ഛർദ്ദിച്ചു, കുടിച്ച ചായ മുഴുവൻ ഛർദ്ദിച്ചു. അതിനുശേഷം അവൾക്ക് ചായ കുടിക്കാനായിട്ട് സാധിച്ചില്ല. മനസ്സിലായോ? കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് കാപ്പ് കുടിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ കാപ്പിക്കകത്തും പാലുണ്ടെന്ന് അവളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അവർക്ക് മനസ്സിലായി. ഈ 2 വിഷയം കൊണ്ടൊരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ എന്ത് പറയും? യു ബെറ്റർ അവോയ്ഡ് മിൽക്ക് കണ്ടെയ്നിങ് ആയിട്ടുള്ള, കാരണം മിൽക്കിനോട് നിങ്ങൾ അലർജിയാണ്. അപ്പോൾ മിൽക്ക് ഈസ് ഹെർ ട്രാക്ക്. മിൽക്ക് എവിടെയുണ്ടോ അപ്പോൾ പേട കഴിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കേക്ക് കഴിക്കാൻ പറ്റത്തില്ല, മിൽക്ക് കണ്ടന്റ് ആയിട്ടുള്ള ഒന്നും കഴിക്കാൻ പാടില്ല. സോ ദി മെഡിക്കൽ സയൻസ് മെയ്ഡ് ഹെർ അലർജിക്. വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ? വാട്ട്സ് ദാറ്റ് പർട്ടിക്കുലർ ഈവനിങ് 6 years back she happened to consume a living fly in her mouth. അത്രേ ഉള്ള സംഭവം. അന്നത്തെ ചായയും അന്നത്തെ ഈച്ചയും ചത്തുപോയി. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഈച്ചയ്ക്കോ ചായക്കോ അന്നത്തെ ചായക്കോ യാതൊരു പ്രാധാന്യമില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ നിമിഷം മുതൽ അയാൾക്ക് ചായ കുടിക്കാനായിട്ട് സാധിക്കും. അടുത്ത ദിവസത്തെ എൻ്റെ അലർജി ക്ലാസ്സിലേക്ക് വരിക ലേഖ, ഞാൻ എത്ര വേണമെങ്കിലും ഉദാഹരണങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. ദാറ്റ് ഇസ് ഓൾ ഹൗ skin allergy is happening, how the allergic rhinitis is happening, how the barking cough, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയാണ്. ഈ മനുഷ്യൻ എൻ്റെ അടുത്തിരുന്ന് 1 മണിക്കൂറിൽ കൂടുതൽ കൺസൾട്ട് ചെയ്ത് അത്രയും സമയം അയാൾ ചുമച്ചിട്ടില്ല. Okay, thank you. That can be cured. It is not cure. Nature is curing, but we are keeping those unnecessary tracks inside us, are prohibiting us to reach a permanent healing stage. Thank you. ഐഫോൺ ആരുടെ ആണെന്ന് എനിക്കറിയത്തില്ല. ഐഫോൺ ആയതുകൊണ്ട് കയ്യിൽ പൊന്തിച്ചിട്ടുണ്ട്. ചോദ്യം ചോദിക്കാം. ഗുഡ് ഈവനിങ് സർ, ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഐ ജസ്റ്റ് വാണ്ട് ടു നോ അബൌട്ട് വിറ്റിലിഗോനെ പറ്റിയിട്ടാണ് എനിക്ക് കുറച്ചൊന്ന് അറിയാനുള്ളത്.
Vitiligo. Vitiligo. Vitiligo, sir. Okay. അതിപ്പോ ഹെഡിലാണെങ്കിൽ അതർ പാർട്സിലേക്ക് വരികയാണെങ്കിൽ You're a homeopath? ഹോമിയോപ്പതി ഡോക്ടറാണ് സർ. Okay. പ്രാക്ടീസ് പേരും കൂടെ ഒന്ന് പറഞ്ഞേ കോയമ്പത്തൂർ കാര്യത്തിയുടെ. സർ ഞാൻ കേരളത്തിലുള്ളത് ചെറായിലാണ്. ഡോക്ടർ വിനി സർ. വിനി. താങ്ക് യു. വിനി ആഷിക്. വിറ്റിലിഗോ എന്ന് പറയുന്നത് സ്കിന്നിലാണെന്ന് അറിയാമല്ലോ. സ്കിൻ ഓക്കെ സർ. 2 ലെയർ ഉണ്ടെന്ന് അറിയാമോ? യെസ് സർ. ഡെർമിസും എപ്പിഡെർമിസും. എപ്പിഡെർമിസ് ഈസ് ദി ഔട്ടർ മോസ്റ്റ് ലെയർ, നമ്മൾ പീൽ എന്ന് പറയും. നമ്മൾ ജസ്റ്റ് ഇമാജിൻ ഇപ്പോൾ ടപ്പിയോക്ക, കേരളത്തിലാകുമ്പോൾ ടപ്പിയോക്ക അറിയാമല്ലോ, കപ്പ, മരച്ചീനി. യെസ് സർ. മരച്ചീനിക്ക് 2 ലെയർ ഉണ്ടെന്ന് ഒരു ബിനിക്ക് അറിയാമല്ലോ. അറിയാം. അപ്പൊ ഔട്ടർ ലെയർ ആണ് നമ്മുടെ എപ്പിഡെർമിസ്. ഇന്നർ ലെയർ ഒരു കട്ടിയുള്ള വെളുത്തൊരു സാധനം ഉണ്ടല്ലോ കപ്പയ്ക്ക്, അതാണ് ഡെർമിസ് നമ്മുടെ ശരീരത്തിൽ. അപ്പൊ ഇങ്ങനെ പിടിച്ചാൽ അതിന്റെ തിക്കർ ആയിട്ടുള്ള പീലാണ് ഡെർമിസ്. അതിന്റെ കാണത്തില്ലാത്ത വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ തിന്നായിട്ടുള്ള ലെയർ ആണ് എപ്പിഡെർമിസ്. അപ്പൊ എപ്പിഡെർമിസിന് 7 ലേയേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ ഇന്നർ മോസ്റ്റ് പാർട്ടിലാണ് ഈ അഫെക്ഷൻസ്. വാട്ട് ഈസ് എക്സാക്ട്ലി ഹാപ്പനിങ് യു നോ. മെലനോസൈറ്റ്സ് പ്രൊഡക്ഷൻ ഈസ് നോട്ട് ഹാപ്പനിങ്. അപ്പോ അവിടെ എന്തുകൊണ്ട് ഹാപ്പൻ ചെയ്യുന്നില്ല? ബിക്കോസ് ഓഫ് എ കോൺഫ്ലിക്റ്റ്. ഓൾ ഡിസീസസ് ആർ ഡ്യൂ ടു കോൺഫ്ലിക്റ്റ് ആൻഡ് ദിസ് പർട്ടിക്കുലർ കോൺഫ്ലിക്റ്റ് ഈസ് നോൺ ആസ് സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ്, because it is all about epidermis. Conflict of the dermis is different. That is attack conflict or disfigurement conflict. So epidermis is separation conflict. Now what is separation conflict? A conflict created by losing or missing a touch which he or she enjoyed. എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്പർശനം എനിക്ക് നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒരു സ്പർശനം കിട്ടിയാലോ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്. അപ്പൊ ഇഷ്ടത്തിനാണ് പ്രാധാന്യം. ടച്ച് നമുക്ക് എവിടെയും സംഭവിക്കാം. കോമൺ ട്രാൻസ്പോർട്ടേഷനിൽ നിങ്ങളെ ടച്ച് ചെയ്യാം, ക്രൗഡിൽ ടച്ച് ചെയ്യാം. ബട്ട് എ പേഴ്സൺ ഓർ സംതിങ് ടച്ചസ് യു. പേഴ്സൺ need not be person. It can be something, material thing. ടച്ച് ചെയ്ത് കഴിഞ്ഞാലും അത് സെപ്പറേഷൻ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാം. സോ എ കോൺഫ്ലിക്റ്റ് generated by getting an unwanted touch or bad touch എന്ന് നമ്മൾ അറിയപ്പെടുന്ന ബാഡ് ടച്ച് കിട്ടിയാലും, അല്ലെങ്കിൽ ഞാൻ വല്ലാതെ മോഹിച്ച കൊതിച്ച ഇഷ്ടപ്പെട്ട ഒരു ടച്ച് എനിക്ക് നഷ്ടപ്പെട്ടാലും ഉണ്ടാകുന്നതാണ്. അത് എല്ലാ എപ്പിഡെർമൽ, അതായത് എല്ലാ അലർജി എന്ന് പറയുന്നതും നമ്മൾ സോറിയാസിസ് എന്ന് പറയുന്നതും എക്സിമ എന്ന് പറയുന്നതും എല്ലാം എപ്പിഡെർമിസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. പക്ഷെ വിറ്റിലിഗോയുടെ കേസിൽ there is a brutal separation conflict. What is that brutal separation conflict? Very often caused by the separation of someone very near and very dear to that individual. Maybe the death of a father, death of a spouse, death of a child or loss. ഇതുകൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് വിറ്റിലിഗോ. മനസ്സിലായോ? മനസ്സിലായി സർ. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഞാൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാറേ, ഈ വളർച്ചക്കുറവ് ഉണ്ടാവണ എന്തുകൊണ്ടാ? അതായത് ഇപ്പം 11 വയസ്സായ കുട്ടിയാണ്. അവളെ പ്രഗ്നൻസി ടൈമിൽ തന്നെ ആ കുട്ടിക്കിന്റെ ഈ സെക്കൻഡ് ഹാഫിലാണ് വളർച്ചക്കുറവ് തുടങ്ങിയത്. ഇപ്പോ 11 വയസ്സായി. പിന്നെ നീളം കുറവാണ്, വിറ്റാമിൻ ഡി കുറവാണ്, ഫെറിറ്റിൻ ലെവൽ, ഹീമോഗ്ലോബിൻ. All the developments of all organs will take place, you know. So അതിനുശേഷമാണ് അതെല്ലാം. എന്തുകൊണ്ടാണെന്നുള്ളത് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. During the conflict activity, there are certain tissues derived from endoderm. They will have an increased size. പിന്നെ തേർഡ് ട്രൈമസ്റ്ററിലും സെക്കൻഡ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലും അതിന്റെ ഹീലിംഗ് സ്റ്റേജ് ആണ്. എന്ന് പറഞ്ഞാൽ അവിടെയാണ് അക്യുമുലേഷൻ, അവിടെയാണ് ഗ്രോത്ത്, അവിടെയാണ് എൻലാർജ്മെന്റ് ഓഫ് ദി ബോഡി എക്സെട്ര. അപ്പം സെക്കൻഡ് ട്രൈമസ്റ്ററിന്റെ എൻഡിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ ആ സമയത്ത് there happened a very serious conflict in the mother, not with the child. Child is okay, child has got nothing. പലതുണ്ട് നിങ്ങൾക്ക്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ അൾട്രാസോണോഗ്രഫി ചെയ്യുന്നു. ദാറ്റ് ഈസ് എ torturing the baby embryo, understand like that. But very often the conflict is with regard to the mother, and mother is undergoing some conflicts, and അതിന്റെ അത് സെൽഫ് ഡീവാലുവേഷൻ കോൺഫ്ലിക്റ്റ് ആണ് മെയിൻ തിങ്. If you are telling maturity arrest എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. That can be caused by any emotional conflict. അപ്പൊ മെച്യൂരിറ്റി അറസ്റ്റ് ഇതൊന്നുമല്ല, ഫിസിക്കൽ ഡെവലപ്മെന്റ് അറസ്റ്റ് ആണ്. അതിന് ഗ്രോത്ത് കുറവെന്ന് പറയും, അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ഗ്രോത്ത് എന്ന് പറയും. അപ്പോൾ സിസേറിയൻ വേണമെന്ന് പറയും. ബിക്കോസ് ദർ ഈസ് എ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ഗ്രോത്ത് ഓഫ് ദി
ദി ഹെഡ് അല്ലെങ്കിൽ ബോഡി പാർട്സ് എന്നൊക്കെ പറയും. അപ്പം മെയിൻലി wherever there is a diminution of the size, it is because of the self devaluation conflict, because the muscle, bone or the connective tissues, joints, ഇതെല്ലാമാണ് പ്രധാനമായിട്ടും നമ്മുടെ ബൾക്ക് ഓഫ് ദി ഇൻഡിവിജ്വൽ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അതിന് വരുന്ന റിഡക്ഷൻ ഇൻ ദി സൈസ് ആൻഡ് വെയിറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി കോൺഫ്ലിക്റ്റ് ഹാപ്പൻഡ് in the new mesoderm derivatives ആയിട്ടുള്ള ടിഷ്യൂവിൽ, because it is because of the new mesoderm derived tissues ഉണ്ടാകുന്ന അറസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ബൾക്ക് കുറയ്ക്കുന്നത്, ഡെവലപ്മെന്റ് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ ഗ്രോത്ത് കുറയ്ക്കുന്നത്. So like that we can understand the whole process of biology if you know the GNM. And therefore my earnest request to all practitioners who are here, or all mothers, all individuals who are here, you have to learn GNM. വേറെ പലതും വായിക്കുന്നതിനേക്കാൾ നല്ലതാണ്, യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഏജ്ഡ് ആവുന്നോ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആണ്, നിങ്ങൾക്കൊക്കെ അന്നേരവും നിങ്ങൾക്ക് ഭംഗിയായിട്ട് ജീവിക്കാം, ഭംഗിയായിട്ട് മരിക്കാം. എല്ലാ ഡിസീസിനെ കുറിച്ചും നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, റെവല്യൂഷണറി ആയിട്ടുള്ള, ന്യൂ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് തരുന്ന നോളജാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് മൈ സ്ട്രോങ് ഡിസയർ ആൻഡ് റിക്വസ്റ്റ് ദാറ്റ് യു ഷുഡ് ലേൺ ചെയ്യാനായിട്ട് ലേണിംഗ് GNM വെബ്സൈറ്റ് മാത്രം ഉപയോഗിക്കുക. കാരണം അതിൻ്റെ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് വേറെ തൊരിടത്തും കണ്ടിട്ടില്ല. അതുകൊണ്ട് യു ഹാവ് ടു learninggmm.com, www.learninggmm.com. അതിനകത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ട്രാൻസ്ലേറ്റഡ് ടു സോ മെനി ലാംഗ്വേജസ്. നമുക്കതിൻ്റെ ആവശ്യമില്ല, ഇംഗ്ലീഷ് മലയാളത്തിലൊന്നുമില്ല, തമിഴിലുണ്ട് കേട്ടോ ഡോക്ടറെ. എൻ്റെ സഹപ്രവർത്തകയായ നിങ്ങളുടെ മെന്റർ ആയിട്ടുള്ള ഡോക്ടർ അർച്ചന ഹാസ് made some Tamil translations of some of the parts of the website Learning GNM. അതും അവിടെ ഉണ്ട്, അപ്പം നിങ്ങൾക്ക് വായിക്കാം. Okay, any more question? ബിന്ദു അനിൽ താങ്ക്സ് പറയുന്നു, ഐഫോൺ താങ്ക്സ് പറയുന്നു. വേറെ ഒരു ചാറ്റ് ബോക്സ് ഒന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഹാർദമായ നന്ദി പറയുന്നു. എന്തെങ്കിലും ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ നമുക്ക് നിർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അനിത ഡോക്ടർക്ക് ശരി സാറേ, നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാം. വളരെ വളരെ നന്ദി. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ഇത്രയും നേരം എൻ്റെ കൂടി ഇരുന്നവർക്ക് നന്ദി. ഏത് സംശയങ്ങളും പേഴ്സണലായിട്ട് ചോദിക്കാം, എന്ത് കേസും ഡിസ്കസ് ചെയ്യാം. ഐ എം റെഡി ഫോർ ദാറ്റ്. താങ്ക് യു. സാറിന്റെ Thank you very much, sir. നല്ല വാല്യബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് സാറിന്റെ ഇന്നത്തെ ക്ലാസ് ഞങ്ങൾക്ക് കിട്ടിയത്. സാറിനോടുള്ള നന്ദിയും കടപ്പാടും, അതുപോലെ ഇന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരോടും, അതുപോലെ നമ്മുടെ ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ഡോക്ടേഴ്സിനോടും ഉള്ള, അപ്പം നമ്മൾക്ക് കേരളത്തിന് പുറത്തുള്ള ഡോക്ടേഴ്സും എൻട്രി ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം എല്ലാവരോടും ഉള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സെഷനിൽ വീണ്ടും കാണാം. എല്ലാവരും വീണ്ടും കാണുന്നിടം വരെ ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.